എന്താടാ? ആ ഓക്കെ. ഇപ്പോൾ ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്സ്, അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നമുക്ക് എത്ര തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ആദ്യം പഠിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം മാത്രമുള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഡോക്യുമെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക തുടങ്ങിയ റൂളുകളും കാര്യങ്ങളും നോക്കുന്നത്. അപ്പൊ ആദ്യം എത്ര ടൈപ്പ് ഡോക്യുമെന്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇത് മാത്രമല്ല ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ്, ഇത് കഴിഞ്ഞിട്ട് വേറെയും ഡോക്യുമെന്റ്സ് ഉണ്ട്. സർക്കുലേഴ്സ് ഉണ്ട്, പബ്ലിക് നോട്ടീസ് ഉണ്ട്, ഷോക്കോസ് നോട്ടീസ് ഉണ്ട്, അങ്ങനെ പല പല ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പോ കമ്പാരിറ്റീവ്ലി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഒന്നാമത്തത് ഡീഡും എഗ്രിമെന്റും കോൺട്രാക്റ്റും. ഈ മൂന്നും എന്താണ്, ഈ മൂന്നും എന്തിനെ ഉദ്ദേശിക്കുന്നതാണ് എന്നുള്ളത്. അപ്പൊ എഗ്രിമെന്റും കോൺട്രാക്റ്റും നമുക്ക് അറിയുണ്ടാവും, പക്ഷെ ഡീഡ് എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ആദ്യമായിട്ട് പഠിക്കുകയായിരിക്കും. അപ്പൊ മീനിങ് പറയണ എന്താന്ന് വെച്ചാല്, രണ്ടോ രണ്ടിൽ കൂടുതൽ ആൾക്കാരോ ഒരു റൈറ്റിനോ ലയബിലിറ്റിക്കോ വേണ്ടിയിട്ട് എഴുതപ്പെടുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഡീഡ് എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ രണ്ടോ രണ്ടിൽ കൂടുതലോ ആൾക്കാര് ഒരു റൈറ്റിന് വേണ്ടിയിട്ടോ ലയബിലിറ്റിക്ക് വേണ്ടിയിട്ടോ എഴുതപ്പെടുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഡീഡ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ. എഗ്രിമെന്റ് നമുക്ക് ഓൾറെഡി അറിയാം, ഒരു പ്രോമിസ്, ഒരു ഓഫറും അവിടെ ഒരു അക്സെപ്റ്റൻസും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു എഗ്രിമെന്റ് ആയി മാറിക്കഴിഞ്ഞു. അപ്പൊ അതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീഡോ കോൺട്രാക്റ്റോ ഒക്കെ നമ്മൾ എഴുതി തന്നെ പ്രിപ്പയർ ചെയ്യണം, പക്ഷെ എഗ്രിമെന്റിന് വാക്കാലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഗ്രിമെന്റിന്റെ, അതായത് ഇപ്പൊ നാളെ ഈ ബുക്ക് കൊണ്ടുവരുമോ, ബുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ 10 രൂപ തരാം എന്ന് പറയുകയാണെങ്കിൽ അത് എഗ്രിമെന്റ് ആയി, അത് എവിടെ എഴുതേണ്ട ഒരാവശ്യവും നമുക്ക് ഇല്ല. ഇനി ഇതേ എഗ്രിമെന്റ് എൻഫോഴ്സബിൾ ബൈ ലോ കൂടിയാണ് എന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് എങ്ങനെയാണ്? ഏറ്റവും ബേസിക്കിൽ നിൽക്കുന്ന സാധനം എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിനെ നമ്മൾ ലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്റ്റ് തന്നെ ഏതെങ്കിലും ഒരു റൈറ്റിനോ ലയബിലിറ്റിക്കോ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് ഡീഡാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുമാത്രം മതി? ഒരു ഓഫറും ഒരു അക്സെപ്റ്റൻസും മതി. ആ ഓഫറിനെയും അക്സെപ്റ്റൻസിനെയും നമ്മൾ നിയമത്തിന്റെ പ്രാബല്യം കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് ആയി. ആ കോൺട്രാക്റ്റ് തന്നെ ഒരു റൈറ്റിന് വേണ്ടിയോ ലയബിലിറ്റിക്ക് വേണ്ടിയോ ആയിട്ടാണ് ഉള്ളത് എങ്കിൽ അത് ഡീഡുമായി. ഓക്കെ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് നമ്മൾ സാധാ എഴുതുന്നതൊക്കെ എഗ്രിമെന്റുകളോ കോൺട്രാക്റ്റുകളോ. ഡീഡിന്റെ ഇമ്പോർട്ടൻസ് വരിക എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുകയാണ്. ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ലാഭം വരാം, നഷ്ടം വരാം, നമുക്കറിയില്ല ഫ്യൂച്ചറിൽ ലാഭമാണോ വരാൻ പോണത്, നഷ്ടമാണോ വരാൻ പോണത്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഒന്നെങ്കിൽ ലാഭം വന്ന ആ ലാഭത്തിൽ നമുക്കൊരു റൈറ്റ് ഉണ്ടാവും, നഷ്ടം വന്ന ആ നഷ്ടത്തിൽ നമുക്കൊരു ലയബിലിറ്റി ഉണ്ടാവും. ആ ലയബിലിറ്റിക്കോ ഫ്യൂച്ചറിലുള്ള ഒരു സാധനത്തിന് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു സാധനമായിരിക്കും ഡീഡ്. ഇവിടെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇന്ന തീയതിയിൽ പൈസ തരും. അങ്ങനെ ഒരു നിശ്ചിത തീയതിയിൽ നമുക്ക് പൈസ കിട്ടാൻ അർഹമാണെങ്കിൽ അത് കോൺട്രാക്റ്റ് ആണ്. ഇതെപ്പോഴും ഫ്യൂച്ചറിലുള്ള ഒരു റൈറ്റിനെയോ ലയബിലിറ്റിനെയോ ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതുന്ന ഒരു സാധനമാണ് ഡീഡ്. രണ്ട്, എങ്ങനെയാണ് ഇത് എഴുതപ്പെടുന്നത്? ഡീഡ് നിർബന്ധമായിട്ടും അത് റിട്ടേൺ ആയിരിക്കണം, ഒരു സ്റ്റാമ്പ് പേപ്പറിലായിരിക്കണം. നമുക്ക് കോൺട്രാക്റ്റും നമുക്കറിയാം അത് റിട്ടേൺ ആയിരിക്കണം. പക്ഷെ എഗ്രിമെന്റ് വേണമെങ്കിൽ ഓറലോ ആവാം, അല്ലെങ്കിൽ റിട്ടേണോ ആവാം. അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ട്, അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡീഡ് എഴുതുന്നത്? റൈറ്റിനോ ലയബിലിറ്റിക്കോ വേണ്ടിയിട്ടാണ് ഡീഡ് എഴുതുന്നത്. മനസ്സിലായോ? അതായത് കോൺട്രാക്റ്റും എഗ്രിമെന്റ് ഒക്കെ എന്തിനാ? ഞാൻ കടം മേടിക്കുന്നു, ഇന്ന തീയതിയിൽ ഞാൻ തിരിച്ചു തരുമെന്ന് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് ആണ്. അത് ഫ്യൂച്ചറിൽ നമുക്ക് ഒരു റൈറ്റും ഇല്ല, ഒരു ലയബിലിറ്റി ഇല്ല, മേടിച്ച പൈസ തിരിച്ചു തരിക. അതാണ് കോൺട്രാക്റ്റും എഗ്രിമെന്റ്. എഗ്രിമെന്റ് എന്താ? അവിടെ നമുക്ക് എന്തില്ല, അവിടെ ഓറൽ ആവാം, റിട്ടേൺ ആവാം, അത്രേ ഉള്ളൂ. എൻഫോഴ്സ് ചെയ്യാൻ പറ്റൂല. എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നത് കോൺട്രാക്റ്റ് ആണ്. അപ്പോ നോർമലായിട്ട് ഒരു റൈറ്റും ലയബിലിറ്റി ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഓഫറും അക്സെപ്റ്റൻസും ഉണ്ട്.
അത് നമ്മൾ എഴുതി വെച്ച് ലീഗൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാക്ട്, എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എഗ്രിമെന്റ്. പക്ഷെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു റൈറ്റോ ലയബിലിറ്റിക്കോ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതിനെ പിന്നെ നമ്മൾ കോൺട്രാക്ട് എന്നല്ല വിളിക്കുക, അതിനെ ഡീഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, നൗ ഇവിടെ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഡെഫിനറ്റ്ലി റിട്ടേൺ ആയിട്ട് എഴുതുമ്പോൾ എന്തായാലും അവിടെ റെക്കോർഡ് ഉണ്ടാവും. എന്നാൽ എഗ്രിമെന്റിൽ റെക്കോർഡ് നിർബന്ധമല്ല. റിട്ടേൺ ആണെങ്കിൽ റെക്കോർഡ് ഉണ്ടാവും, ഓറൽ ആണെങ്കിൽ റെക്കോർഡ് അല്ല. എന്തുകൊണ്ടാ ഓറൽ റെക്കോർഡ് അല്ലാത്തത്? ബിക്കോസ് ഇപ്പോ ഒരു ഓഡിയോ മെസ്സേജ് ഉണ്ടെങ്കിൽ ആ ഓഡിയോ മെസ്സേജ് റെക്കോർഡ് ആക്കിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റൂല. കാരണം ഓഡിയോ റെക്കോർഡ് ഒരു സെക്കൻഡറി എവിഡൻസ് ആണ്, പ്രൈമറി എവിഡൻസിനെയാണ് നമ്മൾ റെക്കോർഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ കോൺട്രാക്ട് ആണെങ്കിലും യെസ്, അവിടെ എന്തായാലും ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. സെയിൽ ഡീഡ് നമുക്കറിയാം, ലീസ് ഡീഡ് നമുക്കറിയാം, ഡിസ്ക്ലോഷർ എഗ്രിമെന്റ്സ്, ജോയിന്റ് വെഞ്ചർ എഗ്രിമെന്റ്സ്, ഇതൊക്കെ നമുക്കറിയാം. റിട്ടൺ എഗ്രിമെന്റ്സ് എൻഫോഴ്സബിൾ ബൈ ലോ, അതായത് ഇപ്പൊ നമ്മള് ബാങ്കിൽ കയറാൻ പോവുകയാണെങ്കിൽ ബാങ്കിന്റെ ചാർജ് ഇത്ര ഉണ്ടാവും, മറ്റെത്ര ഉണ്ടാവും, SMS ചാർജ് ഇത്ര ഉണ്ടാവും, ക്രെഡിറ്റ് കാർഡിന്റെ ചാർജ് ഇത്രയാന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് മേടിക്കുകയാണെങ്കിൽ അതൊക്കെ കോൺട്രാക്ട് ആയിട്ട് മാറും. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റുകളിൽ 3 എണ്ണമാണ് വരുന്നത്. ഏതൊക്കെയാണത്? ഡീഡ് വരുന്നുണ്ട്, എഗ്രിമെന്റുകൾ വരുന്നുണ്ട്, കോൺട്രാക്ട് വരുന്നുണ്ട്. ഇത് നേരെ തിരിച്ചു പഠിക്കാവോ ഏറ്റവും നല്ലത്. എഗ്രിമെന്റ്, കോൺട്രാക്ട്, ഏറ്റവും സുപ്പീരിയർ ആയി കിടക്കുന്ന ഡീഡ്. അപ്പൊ എഗ്രിമെന്റ് എന്തിനാ? അവിടെ ഒരു ഓഫറോ അക്സെപ്റ്റൻസോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു എഗ്രിമെന്റ് ആയി മാറി. അത് വേണമെങ്കിൽ റിട്ടേൺ ആയി എഴുതാം, വേണമെങ്കിൽ ഓറൽ ആയിട്ട് സംസാരിച്ചു കൊണ്ടാവാം. അതൊരിക്കലും എൻഫോഴ്സബിൾ ബൈ ലോ അല്ല. പിന്നെ അവിടെ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാം, ചെയ്യാതെയും ഇരിക്കാം. കോൺട്രാക്ട് ആയി മാറുമ്പോൾ അതെന്താണ്? അത് ഓഫറും അക്സെപ്റ്റൻസും ഉണ്ട്, അത് എൻഫോഴ്സബിൾ ബൈ ലോയുമാണ്, അത് നിർബന്ധമായിട്ടും റിട്ടേൺ ആയിരിക്കണം, അവിടെ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്രയാണ് കോൺട്രാക്ട്. ഡീഡിലേക്ക് മാറുമ്പോ അതെന്താ? അവിടെ ഓഫറും അക്സെപ്റ്റൻസും മാത്രമല്ല, അതൊരു റൈറ്റിന് വേണ്ടിയോ ലയബിലിറ്റിക്ക് വേണ്ടിയിട്ടോ എഴുതപ്പെടുന്നതാണ്. അവിടെ എൻഫോഴ്സബിൾ ആണ്, അത് റിട്ടേൺ ആണ്, അതേപോലെ തന്നെ അവിടെ റെക്കോർഡുകളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് അതിലുള്ളത്. അതൊക്കെ എഴുതിയെടുക്കുക അതോ ഈ പ്രിന്റ് എടുക്കുകയാണ്? ഓക്കെ, ഷഫിളായോ? ഇതാണ് രണ്ടാമത്തെ. അപ്പൊ നെക്സ്റ്റ് വരുന്ന ഡോക്യുമെന്റ് ജസ്റ്റ് മാർക്ക് ചെയ്തോട്ടോ, ജസ്റ്റ് ഷഫിൾ ആയതാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞു നമ്മൾ ഓരോ ഡോക്യുമെന്റിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കുലേഴ്സ്. സർക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? എ സർക്കുലർ ഈസ് എ ലെറ്റർ ഓർ നോട്ടീസ് സെൻഡ് ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. നമ്മൾ ഇൻകം ടാക്സിന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ ഒരുപാട് പേരുടെ സംശയങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലീഗൽ അതോറിറ്റി ഇറക്കുന്ന ഒരു നോട്ടീസിനെയാണ് നമ്മൾ സർക്കുലർ എന്ന് പറയുക. എന്താണ് അതിന്റെ പർപ്പസ്? The purpose of the circular is to disseminate the information to a large number of individuals. അതായത് വലിയ കൂട്ടം ഇൻഡിവിജ്വൽസിന് എന്തെങ്കിലും അറിയിക്കുക എന്നുള്ള മോട്ടീവോടെ ഇറക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് സർക്കുലർ. അപ്പൊ മെയിൻ ആയിട്ട് എന്താ? സർക്കുലർ ഒരു ലെറ്റർ ആണ് അല്ലെങ്കിൽ നോട്ടീസ് ആണ്. ആർക്ക് അയക്കുന്നു? ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിന് അയക്കുന്നു. എന്തിനു വേണ്ടി? അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻസ് നൽകാൻ വേണ്ടി ഇറക്കുന്ന ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു ലെറ്റർ ആണ് എന്ത്? സർക്കുലർ എന്ന് പറയുന്നത്. നൗ ബാക്കിയൊക്കെ ജസ്റ്റ് കഥകളാണ്. Nowadays circulars are generally issued in electronic forms such as placing them on the websites, sending them in email or etc. However, some conventional methods such as circulating the written, typed or printed copies are still in operations. Okay, so ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇൻകം ടാക്സിന്റെയും മറ്റ് സർക്കുലേഴ്സും കാര്യങ്ങളും. അപ്പൊ സർക്കുലേഴ്സിന്റെ മെയിൻ ഉദ്ദേശം എന്താ?
വലിയ ഒരു കൂട്ടം ആൾക്കാരെ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ അറിയിക്കുന്നതാണ് സർക്കുലേഴ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പല സർക്കുലേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ GST നമ്മൾ സർക്കുലർ പഠിച്ചിട്ടുണ്ട്. റീട്രെഡിങ് ഓഫ് ടയേഴ്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യോ ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യോ എന്നുള്ളതൊക്കെ സർക്കുലർ വഴിയാണ് ഒരു വലിയ സമൂഹത്തിനെ അറിയിച്ചിട്ടുള്ളത്. ഇനി circulars are issued by a varied range of individuals or authorities. For example, directors circulars issue ചെയ്യും, സെൻട്രൽ ഗവൺമെന്റ് സർക്കുലേഴ്സ് ഇഷ്യൂ ചെയ്യും, ക്ലാരിഫയിങ് എനി പോയിന്റ്. അപ്പോ സർക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കുലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെയിൻ പോയിന്റ് ആണ്. ഒന്നെങ്കിൽ അതൊരു ലെറ്റർ ആവാം, അല്ലെങ്കിൽ അതൊരു നോട്ടീസ് ആവാം. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇറ്റ് ക്യാൻ ബി ഇലക്ട്രോണിക് ഫോം, ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ഫോം, എനി ഫോമിൽ വേണമെങ്കിലും ആവാം. മെയിൻ ആയിട്ടും സർക്കുലേഴ്സ് യൂസ് ചെയ്യുന്നത് ആരാണ്? ഡയറക്ടേഴ്സ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. ക്ലിയർ? ദെൻ ഇനി സർക്കുലർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോ ഒന്ന്, സർക്കുലർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആരാണ് സർക്കുലർ ഇറക്കിയത് എന്നുണ്ടാവണം. ഫസ്റ്റ് പോയിന്റ് വേണ്ടത് എന്താ? ഇഷ്യൂയിങ് അതോറിറ്റി ആരാണ്, ആ ആളുടെ പേര്. അതിപ്പോ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇഷ്യൂഡ് ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് എന്ന് അതില് എഴുതിയിട്ടുണ്ടാവണം. ഇതാണ് ഫസ്റ്റ്. ഇഷ്യൂയിങ് അതോറിറ്റിയുടെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. അതേപോലെ ഡീറ്റെയിൽ ഓഫ് ദി അഡ്രസ്സി. ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ഒപ്പം തന്നെ എന്ത് വേണം? ഡീറ്റെയിൽഡ് ഓഫ് ദി അഡ്രസ്സി പറയണം. ആരാ അഡ്രസ്സി? അഡ്രസ്സി ആരാ? നമ്മൾ ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനാണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുക? അഡ്രസ് ചെയ്യുമ്പോൾ ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ടു ഡോക്ടേഴ്സ് യൂണിയൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്രസ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് വേണ്ടത് എന്താണ്? ഇഷ്യൂയിങ് അതോറിറ്റി ആരാ എന്ന് പറയണം. രണ്ടാമത് എന്ത് പറയണം? ഡീറ്റെയിൽസ് ഓഫ് ദി അഡ്രസ്സിയും നമ്മൾ കൊടുക്കണം. അതായത് അഡ്രസ്സിയുടെ അവരുടെ അഡ്രസ്സും നെയിമും ഡെസിഗ്നേഷനും ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ മൂന്നാമത്തെ എന്താ? സബ്ജക്ട്. എല്ലാ കത്തുകൾ എഴുതുന്ന പോലെയും നമ്മൾ എങ്ങനെയാ ഫ്രമും ടു ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ എന്തിലേക്ക് പോവുള്ളൂ? സബ്ജക്റ്റുകളിലേക്ക് പോവുള്ളൂ. അപ്പൊ ഫ്രം ആരാ? ഇഷ്യൂയിങ് അതോറിറ്റി ആണ്. ടു ആരാ? അഡ്രസ്സിയുടെ അഡ്രസ്സും നെയിമും ഡെസിഗ്നേഷനും ആണ്. ദെൻ സബ്ജക്ട് എന്താ? എന്ത് സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണോ ഈ സർക്കുലർ ഇറക്കിയിട്ടുള്ളത് ആ സബ്ജക്റ്റ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അതാണ് മൂന്നാമത്തെ പോയിന്റ് വരുന്നത്. ദെൻ റെഫറൻസ് ടു പ്രൊസീഡിങ് ഇൻഫോർമേഷൻസ്. എന്തിനെ റെഫർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് എന്നുള്ളത് അതിൽ പറയണം. മെൻഷൻ ദ റെഫറൻസ് ടു ദ ഇൻഫോർമേഷൻ already provided before the present circular. It ensures that the completeness of the information and help the addressee to understand the complete matter. അപ്പൊ നമ്മള് ഇൻകം ടാക്സിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ് ഒരു നോട്ടീസും ഒരു സർക്കുലറും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്? എന്തായിരുന്നു അത്? ഒരു നോട്ടീസും സർക്കുലറും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഒരു നോട്ടീസും ഒരു സർക്കുലറും തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പോ സർക്കുലർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനെ മിക്ക ആൾക്കാരും ജനങ്ങളും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് റോങ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ നിയമം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് സർക്കുലർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് റീട്രെഡിങ് ഓഫ് ടയറിനെ നമ്മൾ ഗുഡ്സ് ആയിട്ടാണ് മിക്ക ആൾക്കാരും കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ GST എന്ത് ചെയ്യും? ഒരു സർക്കുലർ ഇറക്കും. നിങ്ങൾ അതിനെ ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്, അതിനെ സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൽ ക്ലാരിറ്റി കൊടുക്കുന്ന ഒന്നാണ് എന്ത്? സർക്കുലർ. അപ്പോ എന്ത് കൂടെ കൊടുക്കണം? റഫറൻസ് കൊടുക്കണം. എന്താ റഫറൻസ്? ഞാൻ ഈ സർക്കുലർ ഇറക്കുന്നത് ഏത് നിയമത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ്, ഏത് നിയമത്തെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷനെ കുറിച്ചിട്ടാണ് ഞാൻ സർക്കുലറിൽ പറയണത് എന്നുള്ളതിന്റെ റഫറൻസ് പോയിന്റ് നമ്മൾ സർക്കുലറിൽ കൊടുത്തിരിക്കണം. അപ്പൊ മെയിൻ ആയിട്ട് എന്താ? ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് എവിടുന്ന? ഫ്രം, അതായത് ഇഷ്യൂയിങ് അതോറിറ്റി ആരാണ്. രണ്ട്, അഡ്രസ്സിയുടെ അഡ്രസ്സും ഡെസിഗ്നേഷനും നെയിമും എവിടെ എന്താണ്. മൂന്ന്, സബ്ജക്റ്റ്. നാല്, റഫറൻസ്. ഈ റഫറൻസ് നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അത് കിട്ടിയാൽ മാത്രമേ കംപ്ലീറ്റ്നെസ് ഓഫ് എന്തിനു വേണ്ടിയിട്ടാ?
helps the addressee to understand the complete matter. ആ പറയപ്പെടുന്ന റെഫറൻസ് പോയിന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അഡ്രസ്സിക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ എന്ത് കൊടുത്തിരിക്കണം? റെഫറൻസ് ടു പ്രിസീഡിങ് ഇൻഫോർമേഷൻ കൊടുത്തിരിക്കണം. അതായത് ഈ സർക്കുലർ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഐഡിയ ഇതായിരുന്നു, അത് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത്, ഇങ്ങനെ വേണം കൺസിഡർ ചെയ്യാൻ എന്ന് നമ്മൾ അവിടെ പറഞ്ഞിരിക്കണം. ദെൻ മെയിൻ ഇൻഫോർമേഷൻ. മെയിൻ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഏത് നിയമത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നുള്ളത്? റെഫറൻസ്. എന്നാൽ ആ നിയമം എങ്ങനെ എടുക്കണം എന്ന് പറയുന്നത് മെയിൻ ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പോ ഇൻഫോർമേഷൻ ഷുഡ് ബി കംപ്ലീറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് ലീവിംഗ് നോ ചാൻസ് ഓഫ് ആംബിഗ്യൂറ്റി. ഈ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊള്ളൂ. ആംബിഗ്യൂറ്റി, കൺഫ്യൂഷൻ ഒഴിവാക്കിയിരിക്കണം. അതായത് റെഫറൻസ് പോയിന്റിൽ നിങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് അങ്ങനെയല്ല എടുക്കേണ്ടത് എന്ന് പറയുന്ന പോയിന്റ് ആണ് മെയിൻ ഇൻഫോർമേഷൻ. അപ്പൊ അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൽ വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യരുത്. അത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിളും ആയിരിക്കണം, അവിടെ ആംബിഗ്യസും ആവാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് സോഴ്സ് ഓഫ് അതോറിറ്റി. ഏത് അതോറിറ്റി, അതായത് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കെന്താണ് അതോറിറ്റി എന്നുള്ളതും അവിടെ പറയണം. അതായത് ഞാൻ പറയും ഇഷ്യൂഡ് ബൈ ദി സെക്രട്ടറി ഓർ പ്രസിഡന്റ് ഓഫ് ഇൻകം ടാക്സ് കമ്മീഷണർ എന്ന് പറയുന്നത് ഈ അതോറിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സർക്കുലർ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ള സോഴ്സ് ഓഫ് അതോറിറ്റിയും നമ്മൾ സർക്കുലറിൽ കൊടുക്കണം. അപ്പൊ 6 പോയിന്റുകൾ ഇനിയുണ്ട്. ഏതൊക്കെയാണ് 6 പോയിന്റുകൾ? ഫസ്റ്റ് വൺ, ഇഷ്യൂയിങ് അതോറിറ്റിയുടെ നെയിമും കാര്യങ്ങളും, അതേപോലെ തന്നെ അഡ്രസ്സിയുടെ ഇൻഫോർമേഷൻ, 3ാമത് സബ്ജക്റ്റ്, 4ാമത് റെഫറൻസ്, 5ാമത് മെയിൻ ഇൻഫോർമേഷൻ, 6ാമതായിട്ട് നമ്മളുടെ സോഴ്സ് ഓഫ് അതോറിറ്റി. എന്താ നോട്ടീസ് എന്ന് പറഞ്ഞ സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ലാരിറ്റി നൽകുക. സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് ക്ലാരിറ്റി കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സർക്കുലർ. നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലേ പുതിയ ഒരു നിയമം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്, അതാണ് നോട്ടീസ്. മനസ്സിലായോ? സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളൊരു സാധനത്തിൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നു, അതാണ് സർക്കുലർ. നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കാര്യം ഞങ്ങൾ പുതുതായി ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ഇന്ന സെക്ഷൻ ഇതുവരെ ഇല്ല, ഇനി മുതൽ ഈ സെക്ഷൻ ഉണ്ട് എന്ന് പറയുന്നതാണ് നോട്ടീസ്. സർക്കുലർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ളൊരു ഇൻഫോർമേഷനിലേക്ക് കൂടുതൽ ക്ലാരിറ്റി കൊടുക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ സർക്കുലർ എന്ന് പറയുന്നത്. നമ്മൾ ഇടുന്നില്ലേ? യെസ്. ദെൻ അറ്റ് ലാസ്റ്റ് സിഗ്നേച്ചർ. സോ എന്തിനു വേണ്ടിയിട്ടാണ്? റിലയബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ലാസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് സിഗ്നേച്ചർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ മെയിൻ ആയിട്ടും ഡിഫറൻസസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് ഡോക്യുമെന്റുകൾ നമ്മൾ പറഞ്ഞു, എഗ്രിമെന്റിനെ കുറിച്ച് പറഞ്ഞു, കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു, ദെൻ ഡീഡിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എഗ്രിമെന്റിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആണ്. അത് ഓറൽ ആവാം, റിട്ടൺ ആവാം, അവിടെ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാം, ഇല്ലാതെ ഇരിക്കാം, അതൊരിക്കലും എൻഫോഴ്സബിൾ ബൈ ലോ അല്ല. ദെൻ നമ്മൾ പറഞ്ഞത് എന്താ? കോൺട്രാക്റ്റിനെ പറഞ്ഞു, അവിടെ ഓഫറും അക്സെപ്റ്റൻസും ഉണ്ട്, അവിടെ എൻഫോഴ്സബിൾ ബൈ ലോയും കൂടെയാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞത് അത് റിട്ടൺ ആയിരിക്കണം, അവിടെ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഡീഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്താ? എൻഫോഴ്സബിളുമാണ്, എല്ലാമാണ്. അതിനൊക്കെ ഉപരി അതൊരു റൈറ്റിന് വേണ്ടിയോ ലയബിലിറ്റിക്ക് വേണ്ടിയോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡോക്യുമെന്റ് ആണ്, അവിടെ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ സർക്കുലറിനെ കുറിച്ച് പഠിച്ചു. എന്താണ് സർക്കുലർ? സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലെറ്റർ ആണ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് ആണ് എന്നുള്ളത് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ?
കൂടുതൽ ഇൻഫോർമേഷൻ ഒരു വോൾ പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിന് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത്? സർക്കുലർ എന്ന് പറഞ്ഞു. സർക്കുലറിൽ 7 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ഘടകം എന്താ? ഇഷ്യൂയിങ് അതോറിറ്റി ആരാണ് എന്നതിൽ പറഞ്ഞിരിക്കണം. രണ്ടാമത് അഡ്രസ് ചെയ്ത ഇൻഫോർമേഷൻ അതിൽ കൊടുത്തിരിക്കണം. മൂന്നാമത് സബ്ജക്റ്റ് പറഞ്ഞിരിക്കണം. നാലാമത് റെഫറൻസ് പോയിന്റ് പറഞ്ഞിരിക്കണം. അഞ്ചാമത് മെയിൻ ഇൻഫോർമേഷൻ പറഞ്ഞിരിക്കണം. ആറാമത് അതോറിറ്റി പറഞ്ഞിരിക്കണം. ഏഴാമത് സിഗ്നേച്ചറും അവിടെ വേണം. അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, മെയിൻ ഇൻഫോർമേഷൻ പറയുന്ന സമയത്ത് പറയുന്ന ഇൻഫോർമേഷൻ അണ്ടർസ്റ്റാൻഡബിളും അൺഅംബിഗ്വസും ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് ഒരു സർക്കുലറിന്റെ അഡ്വാൻറ്റേജസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഈസ് ഓഫ് ഡിസെമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ. ഒരു സർക്കുലർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കോമൺ മാനിന് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലാംഗ്വേജിലായിരിക്കണം. അപ്പോ ഒരു ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താ? ഈസ് ഓഫ് ഡിസെമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ. ആർക്ക് വായിച്ചാലും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഇൻഫോർമേഷൻ. അതാണ് സർക്കുലറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. രണ്ട്, ഇറ്റ് ഈസ് ഇക്കണോമിക്കൽ. എന്തുകൊണ്ടാ? ഈ ലാർജ് മാസ് ഓഫ് ഇൻഡിവിജ്വൽസിനെ സിംഗിൾ എല്ലാവർക്കും അയക്കുന്നതിന് പകരം ഒറ്റ സർക്കുലർ കൊണ്ട് അത് എല്ലാവർക്കും എത്തിച്ചേരും എന്നുള്ളതുകൊണ്ടാണ് സർക്കുലേഴ്സ് ആർ ഇക്കണോമിക്കൽ. അതേപോലെ തന്നെ എക്സ്പെഡീഷ്യസ്. എന്താണ് എക്സ്പെഡീഷ്യസ്? ലാർജ് നമ്പർ ഓഫ് പീപ്പിളിന് ഒരേ സമയം കമ്മ്യൂണിക്കേഷൻസ് എത്തിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണ് നമുക്ക് സർക്കുലർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലെസ് എഫേർട്സ്. ആസ് യൂഷ്വൽ ഇക്കണോമിക്കൽ പറയുന്ന പോലെ തന്നെ ഒറ്റ സിംഗിൾ ക്ലിക്കിൽ അല്ലെങ്കിൽ ഒറ്റ പബ്ലിഷിംഗ് കൊണ്ട് തന്നെ നമ്മളുടെ ജോലി തീരും. മറ്റേത് എല്ലാവർക്കും നമ്മൾ എത്തിച്ച് കൊടുക്കേണ്ടി വരും. ദെൻ ഡെവലപ്പ് കോൺഷ്യസ്നെസ്. എന്താ കോൺഷ്യസ്നെസ്? ഡെവലപ്പ് കോൺഷ്യസ്നെസ്, അതായത് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ റോങ് ആയിട്ടാണ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് തരും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡെവലപ്പിംഗ് കോൺഷ്യസ്നെസ്. അപ്പൊ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് സർക്കുലർ? ഫസ്റ്റ് വൺ, ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഇൻഫോർമേഷൻ. രണ്ട്, ഇക്കണോമിക്കൽ ആണ്. മൂന്ന്, എക്സ്പെഡീഷ്യസ് ആണ്. നാല്, ലെസ് എഫേർട്സ് മതി. അഞ്ചാമതായിട്ട് കോൺഷ്യസ്നെസ്, നമ്മളുടെ കോൺഷ്യസ്നെസ് വളർത്താനും അത് ഹെൽപ്പ് ചെയ്യും. സോ ദെൻ പബ്ലിക് നോട്ടീസസ് ആണ്. അതിന്റെ മുമ്പ് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? അഡ്വാൻറ്റേജസ് അഗൈൻ ഈസി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, ഇക്കണോമിക്കൽ ആണ്, എക്സ്പെഡീഷ്യസ് ആണ്, ലെസ് എഫേർട്സ് മതി. അതേപോലെ തന്നെ നമ്മളുടെ കോൺഷ്യസ്നെസ് വളർത്താനും അത് ഹെൽപ്പ് ചെയ്യും. ദെൻ നമ്മൾ പറഞ്ഞതുപോലെ നോട്ടീസസ്. സോ നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് പബ്ലിക് നോട്ടീസസ് ആണ്. എന്തിനാണ്? കൺവേയിങ് ഇൻഫോർമേഷൻ ടു ലാർജ് നമ്പർ ഓഫ് റിസീവേഴ്സ്. അപ്പോഴും അതും സർക്കുലേഴ്സിന് ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ? പബ്ലിക് നോട്ടീസ്, നമ്മൾ സർക്കുലർ എന്താ പറഞ്ഞത്? സർക്കുലർ ഒരു ലെറ്റർ ആണ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ്, പീപ്പിളിന്റെ ഇൻഫോർമേഷൻ ഡിസെമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പബ്ലിക് നോട്ടീസസും ഏകദേശം ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസിന് എന്തെങ്കിലും ഇൻഫോർമേഷൻ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരാണ് ഇത് ഇഷ്യൂ ചെയ്യുക? ഗവൺമെന്റ് ഏജൻസിയോ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസോ ഒക്കെയാണ് ഇത് മെയിൻ ആയിട്ടും ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ഇതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. സർക്കുലറും നോട്ടീസും തമ്മിലുള്ള വ്യത്യാസം. ചേഞ്ച് ഇൻ ലോ, നിയമങ്ങളിൽ മാറ്റം വരുമ്പോ, ഞാൻ പറഞ്ഞു പുതിയ എന്തെങ്കിലും ഒരു നിയമം വരികയാണെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് നോട്ടീസാണ്, സർക്കുലർ അല്ല. സർക്കുലർ എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സർക്കുലർ. രണ്ട്, സ്ട്രൈക്കിംഗ് ഓഫ് ദ നെയിം ഓഫ് ദ കമ്പനി ബൈ ROC. ROC അതായത് നോട്ടീസ് എന്ന് പറയുന്നത് ഒരു വാണിംഗ് ആണ്, ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോ നമ്മുടെ കമ്പനിയുടെ പേര് ROC വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് നോട്ടീസാ വരാം? അപ്പോൾ നമ്മൾ പറയും നോട്ടീസ് വരും. ആ നോട്ടീസാണ് സ്ട്രൈക്കിംഗ് ഓഫ് ദ നെയിം ഓഫ് ദ കമ്പനി ചെയ്യുമ്പോ. അതേപോലെ തന്നെ കംപ്ലൈന്റ് ഒക്കെ നമ്മൾ അറിയിക്കുന്നതൊക്കെ ഏത് വഴിയിലൂടെ ആയിരിക്കും? നോട്ടീസിലൂടെ ആയിരിക്കും. ആൻഡ് നോട്ടീസ് നമുക്ക് ഇലക്ട്രോണിക്കൽ ആവാം, ന്യൂസ് പേപ്പേഴ്സിലൂടെ ആവാം, ഈവൻ ഹാർഡ് കോപ്പി രൂപത്തിലും ആവാം. അപ്പോ
പബ്ലിക് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിക് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്? ലാർജ് എമൗണ്ട് ഓഫ് പീപ്പിൾസിന് എന്തെങ്കിലും കാര്യം അറിയിക്കാൻ വേണ്ടി, ഡിസിമിനേറ്റിംഗ് ഇൻഫോർമേഷൻ വേണ്ടിയിട്ട് തന്നെയാണ് പബ്ലിക് നോട്ടീസ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ്, മറ്റതിൽ നമ്മൾ പറഞ്ഞു സർക്കുലർ ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ് അതോറിറ്റി അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഗവൺമെന്റ് ഏജൻസി അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആണ് ഇഷ്യൂ ചെയ്യുക. എന്താണ് അതിൽ പറയുക? നിയമത്തിൽ വരുന്ന ചേഞ്ച്, സ്ട്രൈക്കിംഗ് ഓഫ്, കംപ്ലൈൻസ്, ഈ 3 കാര്യങ്ങൾക്കാണ് ഇവിടെ ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാം. അതായത് സർക്കുലർ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം, ഒരു പ്രശ്നമില്ല. നോട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് പോലെയാണ്. ഓക്കെ, അപ്പൊ ലോ ചേഞ്ച് വരികയോ സ്ട്രൈക്കിംഗ് ഓഫ് നടത്തുകയോ അല്ലെങ്കിൽ കംപ്ലൈന്റുകളൊക്കെ നമുക്ക് വരുന്നത് ഏത് രീതിയിലായിരിക്കും? നോട്ടീസ് വഴിയായിരിക്കും. അത് ഹാർഡ് കോപ്പി ആവാം, വെബ്സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്യാം, ഈവൻ ന്യൂസ് പേപ്പേഴ്സിലൂടെയും ആവാം. ഇനി എങ്ങനെയാണ് പബ്ലിക് നോട്ടീസുകൾ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആസ് യൂഷ്വൽ ഇഷ്യൂയിങ് അതോറിറ്റിയുടെ പേര് വേണം. തുടക്കത്തിലെ കൊടുക്കേണ്ടത് ആരുടെയാണ്? ഇഷ്യൂയിങ് അതോറിറ്റിയുടെ പേരാണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ എന്താ? ഡീറ്റെയിൽസ് ഓഫ് ദി ഇഷ്യൂർ. നമ്മൾ അവിടെ മുകളിൽ ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ഇൻഫോർമേഷൻ മാത്രമേ ഉള്ളൂ, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും നമ്മൾ സർക്കുലറിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡീറ്റെയിൽസ് ഓഫ് ദി ഇഷ്യൂർ പബ്ലിക് നോട്ടീസിൽ നിർബന്ധമാണ്. എന്താ ഡീറ്റെയിൽസ് ഓഫ് ദി ഇഷ്യൂർ? അയാളുടെ പേര്, ഓർഗനൈസേഷന്റെ അഡ്രസ്. എന്തിനു വേണ്ടിയിട്ടാ? ഇത് റീഡ് ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, കാരണം നോട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വാർണിംഗ് മെസ്സേജ് പോലെയാണ്. സോ റീഡ് ഔട്ട് ചെയ്യുന്നവർക്ക് കൃത്യം. മറ്റതിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂഡ് ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, അത്രേ ഉള്ളൂ. സർക്കുലറിനെ സംബന്ധിച്ചിടത്തോളം ആര് ഇഷ്യൂ ചെയ്യുന്നു എന്നേ ഉണ്ടാവുള്ളൂ. ഇവിടെ ആര് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും, ഏത് അഡ്രസ്, ഡീറ്റെയിൽ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് പബ്ലിക് നോട്ടീസിൽ ഉണ്ടാവും. 3 ടൈറ്റിൽ ഹെഡിങ്, അതായത് സബ്ജക്റ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ടൈറ്റിൽ ഹെഡിങ് ആണ് വരിക. സർക്കുലറിന് നോക്കുമ്പോൾ 3ാമത്തെ പോയിന്റ്, അതായത് ആരാ? ഇഷ്യൂവറിന്റെ പേരുണ്ടാവും, ആരുടെ പേരിലേക്ക് അഡ്രസ്സിന്റെ പേരുണ്ടാവും, അതിനുശേഷം വരുന്ന ഇൻഫോർമേഷൻ സബ്ജക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ടൈറ്റിൽ ഹെഡിങ് ആണ്. ടൈറ്റിൽ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ റിലേറ്റ് ചെയ്യുക, സബ്ജക്റ്റ് തന്നെയാണ്, പക്ഷെ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് എന്നുള്ളത്. അതായത് നോട്ടീസ് ഫോർ ഡിഫോൾട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് ടൈറ്റിൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ദെൻ കോംപ്രിഹെൻസീവ് ഡീറ്റെയിൽസ്, അതായത് എല്ലാ അവർ ചെയ്ത പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ എന്താണ് അതിലെ കണ്ടന്റ് എന്നുള്ളത് സമ്മറൈസ്ഡ് രൂപത്തിൽ വേണം, കോംപ്രിഹെൻസീവ് ആയിട്ട് വേണം, എല്ലാ റിലവന്റ് ഡീറ്റെയിൽസോടും കൂടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുക. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ ഇഷ്യൂവറിന്റെ പേരുണ്ടാവും, ഇഷ്യൂവറിന്റെ അഡ്രസ് ഉണ്ടാവും, റിസീവറുടെ പേരുണ്ടാവും, റിസീവറുടെ പേരുണ്ടാവില്ല. മാസ് പബ്ലിക്കിന് നമ്മൾ ന്യൂസ് പേപ്പറിലോ ഇതിലാണ് കൊടുക്കുക, അല്ലാതെ ഇൻഡിവിജ്വൽ ഇതിലല്ല കൊടുക്കുക. അപ്പോ റിസീവറുടെ പേരുണ്ടാവില്ല, ടൈറ്റിൽ ഹെഡിങ് ഉണ്ടാവും. അതിനുശേഷം കോംപ്രിഹെൻസീവ് ഡീറ്റെയിൽസ്. കോംപ്രിഹെൻസീവ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഇന്ന സെക്ഷൻ എന്നുണ്ടാവും. അതിന് താഴെ ആ സെക്ഷൻ എന്താണ് പറയുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ഓർ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് എന്നുള്ള പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പെനാലിറ്റി വരികയാണെങ്കിൽ ഹെഡിങ്ങിൽ എന്താ വരിക? ഹെഡിങ്ങില് നോട്ടീസ് ഓഫ് ഡിഫോൾട്ട് എന്ന് വരും. കോംപ്രിഹെൻസീവ് ഡീറ്റെയിൽ ആസ് പെർ സെക്ഷൻ ഇന്നത് എന്ന് വരും. സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷനിൽ ആ സെക്ഷൻ എന്ത് പറയുന്നു എന്നുള്ളത് വരും. അതാണ് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. അതിനുശേഷം ഡേറ്റും പ്ലേസും ഉണ്ടാവും. ദെൻ ഡെസിഗ്നേഷൻ ഓഫ് ദ ഇഷ്യൂവർ ആൻഡ് ഇതിന്റെ ഒപ്പം തന്നെ സിഗ്നേച്ചറും ഉണ്ടാവും. ഓക്കെ, ഇത്രയും കണ്ടന്റ് അടങ്ങുന്നതാണ് ഒരു പബ്ലിക് നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ പബ്ലിക് നോട്ടീസിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഒന്ന് ഇഷ്യൂവറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഇഷ്യൂവറിന്റെ അഡ്രസ് ഉണ്ടാവും. മൂന്നാമതായിട്ട് ടൈറ്റിൽ ഹെഡ് ഉണ്ടാവും. ടൈറ്റിൽ ഹെഡ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് തന്നെയാണ്. ടൈറ്റിൽ ഹെഡ് ഉണ്ടാവും. ദെൻ കോംപ്രിഹെൻസീവ് ഡീറ്റെയിൽ. കോംപ്രിഹെൻസീവ് ഡീറ്റെയിൽ എന്താണ്? അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ. അതിനുശേഷം റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഉണ്ടാവും. ഈ സെക്ഷൻ എന്താണ് പറയുന്നത്. അതിനുശേഷം ഡേറ്റ് ആൻഡ് പ്ലേസ് ഉണ്ടാവും. അതിനുശേഷം ഡെസിഗ്നേഷനും സിഗ്നേച്ചറും ഉണ്ടാവും. ഈ 7 കമ്പോണന്റുകൾ ഇറങ്ങുന്നതാണ് അല്ലെങ്കിൽ അടങ്ങുന്നതാണ് നമ്മളുടെ പബ്ലിക് നോട്ടീസ് എന്ന് പറയുന്നത്.
സോ ഫ്രം ദി ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഫസ്റ്റ് വൺ എഗ്രിമെന്റ്, കോൺട്രാക്ട്, ഡീഡ്. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫറോ അക്സെപ്റ്റൻസോ ആണ്. എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല, ഓറലോ റിട്ടണോ ആവാം, അവിടെ റെക്കോർഡുകൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. രണ്ടാമതായിട്ട് പറയുന്നത് കോൺട്രാക്ട് ആണ്. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫറും അക്സെപ്റ്റൻസും ഉണ്ട്, അത് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്, അവിടെ റിട്ടൺ ആയിരിക്കും, അവിടെ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിലൊക്കെ കൂടി കൂടിയിട്ട് അതൊരു റൈറ്റോ ലയബിലിറ്റിക്കോ വേണ്ടിയാണെങ്കിൽ അത് ഡീഡ് എന്ന് അറിയപ്പെടുന്നു. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? സർക്കുലറിനെ കുറിച്ച് പറഞ്ഞു. എന്താ സർക്കുലർ? ഒരു മാസ് ഓഡിയൻസിനെ എന്തെങ്കിലും ഇൻഫോർമേഷൻ ഡെസിമിനേറ്റ്, ആ വേർഡിനാണ് ഇമ്പോർട്ടന്റ്. ഡെസിമിനേറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്, ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഡെസിമിനേറ്റ് എന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഏത്? നമ്മളുടെ സർക്കുലർ എന്ന് പറയുന്നത്. ഇനി സർക്കുലറിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു അവിടെ എന്തുണ്ടാവും? നമ്മൾ പറഞ്ഞു 7 കമ്പോണൻസ് അടങ്ങുന്നതാണ് ഒരു സർക്കുലർ എന്ന് പറഞ്ഞു. ഇഷ്യൂവറിന്റെ പേരുണ്ടാവും, അതേപോലെ റെസിപ്പിയന്റിന്റെ, അതായത് അഡ്രസ്സിയുടെ പേരും ഡീറ്റെയിൽസും ഉണ്ടാവും, അതേപോലെ സബ്ജക്റ്റുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ അതിന്റെ മെയിൻ ഇൻഫോർമേഷൻസ് ഉണ്ടാവും, ദെൻ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ പേരുണ്ടാവും, ഈ സിഗ്നേച്ചർ ഉണ്ടാവും. ഇത്രയും അടങ്ങുന്നതാണ് എന്ത്? ഒരു സർക്കുലർ എന്ന് പറഞ്ഞാൽ. സർക്കുലറിന്റെ അഡ്വാൻറ്റേജസും നമ്മൾ പറഞ്ഞു. എന്താണ് സർക്കുലറിന്റെ അഡ്വാൻറ്റേജസ്? ഈസി ടു ഡിസിമിനേറ്റ് ഇൻഫോർമേഷൻ, 2 ലോ കോസ്റ്റ് ആണ്, 3 എക്സ്പെഡീഷ്യസ് ആണ്, 4 നമുക്ക് ലെസ് എഫേർട്സ് ആണ്, 5ാമതായിട്ട് നമ്മളുടെ കോൺഷ്യസ്നെസ് വളർത്തുന്നതാണ്. ഇത്രയാണ് നമുക്ക് സർക്കുലേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അതിനുശേഷം നമ്മൾ പോയതാണ് പബ്ലിക് നോട്ടീസ്. പബ്ലിക് നോട്ടീസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു എന്ത്? പബ്ലിക് നോട്ടീസ് എന്ന് പറയുന്നത് ഒരു മാസ് ക്രൗഡിന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ്. അവിടെ ഡെസിമിനേറ്റിംഗ് ഇൻഫോർമേഷൻ അല്ല, ഒരു അറിയിപ്പാണ്. ഡെസിമിനേറ്റിംഗ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ തിരുത്തലുകളാണ്, അറിയിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ പബ്ലിക് നോട്ടീസ് യൂസ് ചെയ്യുന്നത്, പബ്ലിക് നോട്ടീസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക എന്തിനാണ്? എന്തെങ്കിലും നിയമങ്ങൾ മാറുന്നുണ്ടെങ്കിലോ, സ്ട്രൈക്ക് ഓഫ് ദ കമ്പനി നടക്കുന്നുണ്ടെങ്കിലോ, എന്തെങ്കിലും കംപ്ലൈന്റുകൾ വരുന്ന രീതിയിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എന്താക്കുക? പബ്ലിക് നോട്ടീസുകൾ അയക്കുക. യൂഷ്വലി പബ്ലിക് നോട്ടീസുകൾ അയക്കുക ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസോ ഒക്കെയാണ് എന്നുള്ളത് പറഞ്ഞു. പബ്ലിക് നോട്ടീസിന് 7 മെയിൻ എലമെന്റുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഫസ്റ്റ് എന്താ പറഞ്ഞേ? ഇഷ്യൂയിങ് അതോറിറ്റി. ഇഷ്യൂയിങ്ങിന്റെ അതോറിറ്റിയുടെ ഡീറ്റെയിൽസ് വേണം, ടൈറ്റിൽ ഹെഡ് വേണം. അവിടെ സ്കിപ്പായി പോയ ഐറ്റം ഏതാ? അഡ്രസ്സിനെ കുറിച്ച് ഒന്നും അവിടെ പറയില്ല. ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ഡീറ്റെയിൽസ്, ടൈറ്റിൽ ഹെഡ് വരും, അതേപോലെ തന്നെ കോംപ്രിഹെൻസീവ് ഡീറ്റെയിൽസ് വരും, റെഗുലേറ്ററി റിക്വയർമെന്റ് വരും, ഡേറ്റ് ആൻഡ് ടൈം വരും, അതേപോലെ തന്നെ ഇവരുടെ ഡെസിഗ്നേഷനും സിഗ്നേച്ചറും അവിടെ വരും. ഇത്രയും ഇൻഫോർമേഷൻസ് ആണ് എന്തിന്റെ ഭാഗമായിട്ട് വരിക? പബ്ലിക് നോട്ടീസിന്റെ ഭാഗം ആയിട്ട് വരിക. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ബിഡ്സ് ആൻഡ് ടെൻഡേഴ്സ് ആണ്. ഓക്കെ, അപ്പോ എന്താണ് ടെൻഡർ? ടെൻഡർ കേട്ടോ? So tender is a written or formal offer to supply goods or do a job for an agreed price. അതായത് ഒരു നിശ്ചിത പ്രൈസിന് വേണ്ടി ഏതെങ്കിലും ഗുഡ്സിന്റെയോ അല്ലെങ്കിൽ ജോബോ ചെയ്യാൻ വേണ്ടി നമ്മൾ എഗ്രി ചെയ്യുന്ന ഒരു എഗ്രി ചെയ്യാനുള്ള ഫോർമൽ ഓഫർ ആണ് എന്ത്? അതായത് ഞാൻ നിങ്ങൾക്ക് ഈ ജോബ് 50 രൂപയ്ക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്ന ഒരു ഓഫറാണ് എന്ത്? ടെൻഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പലരും ടെൻഡർ പറയും, ആ ടെൻഡറിൽ ഏറ്റവും ചുരുങ്ങിയ വിലയുള്ള ടെൻഡറിന് നമ്മൾ കൊടുക്കും. അതാണ്. അപ്പൊ ടെൻഡർ എന്താണ്? ഒരു റിട്ടൺ ഓർ ഫോർമൽ ഓഫർ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഗുഡ്സ് സപ്ലൈ ചെയ്യാനോ ജോബ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ളതാണ്, ഒരു നിശ്ചിത പ്രൈസിൽ. അപ്പോ ഒരു നിശ്ചിത പ്രൈസിൽ എന്തെങ്കിലും ഗുഡ്സോ സപ്ലൈ ചെയ്യാനോ ജോബ് ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഓഫറാണ് എന്ത്? ടെൻഡർ എന്ന് പറയുന്നത്. ഇനി ടെൻഡർ process becomes open for all eligible bidders
thereby ensuring the competitive prices. അതായത് നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യുക, ടെൻഡർ ഒരു നിശ്ചിത ഡേറ്റ് മുതൽ ഒരു നിശ്ചിത ഡേറ്റ് വരെ ഓപ്പൺ ആക്കിയിടും. ഈ ഡേറ്റിന്റെ ഉള്ളിൽ എത്ര ബിഡേഴ്സ് ആണോ, ആരാ ബിഡേഴ്സ്, ഓഫർ കൊടുക്കുന്നത്, എത്ര ബിഡേഴ്സ് ആണോ ഉള്ളത് അത്രയും ബിഡേഴ്സിന് എന്ത് ചെയ്യാം, അവരുടെ ബിഡുകൾ കൊടുക്കാം. ആ ബിഡിലെ ഏറ്റവും കുറവ് ബിഡ് ഏതാണോ ആ ബിഡിലേക്കാണ് എന്ത് പോവുക, നമ്മൾ അത് ഇഷ്യൂ ചെയ്യാം. Now, the process of inviting tender empowers the tender issuing authority to finalize the terms and conditions of tenders independently. അതായത് നമുക്ക് either പ്രൈസിന്റെ ബേസിസിൽ നമുക്ക് എന്ത് കൊടുക്കാം, ടെൻഡർ കൊടുക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ബേസിലും നമുക്ക് ടെൻഡർ കൊടുക്കാം. സോ എന്താ ടെൻഡർ? ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത പ്രൈസില് എന്തെങ്കിലും ഒരു ജോബോ ഗുഡ്സോ സപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ ഓഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ടെൻഡർ എന്ന് പറയും. ടെൻഡർ എങ്ങനെയാ സ്വീകരിക്കപ്പെടുക? ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ് ആവാം, അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസും ആവാം. ബിഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓഫർ, ബിഡർ എന്ന് പറഞ്ഞാൽ നമ്മള്, ടെൻഡർ ആവുന്ന, ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലം. നൗ എന്താണ് ഒരു ടെൻഡറിംഗ് പ്രോസസ്? ടെൻഡറിംഗ് പ്രോസസ്സിന്റെ ഡോക്യുമെന്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ആരെ ഭാഗത്തു നിന്നാണ് നമ്മൾ നോക്കേണ്ടത്, ആരെ ഭാഗത്തുനിന്നാണ് നമ്മൾ നോക്കേണ്ടത്? നമ്മൾ ടെൻഡർ ബിഡറാണ്. നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെന്റിൽ എന്തൊക്കെ ഉണ്ടാവണം എന്നാണ് നമ്മൾ, മനസ്സിലായോ? ആ, അതായത് നമ്മളിപ്പോ മരം ലേലത്തിന് വിളിക്കുമ്പോൾ ആ ടെൻഡറിംഗ് പ്രോസസ്സിന് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കണമല്ലോ. ആ ഡോക്യുമെന്റിന്റെ കാര്യമാണ് പറയണത്. ഫസ്റ്റ് എന്ത് വേണം? നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഓർഗനൈസേഷൻ വേണം. രണ്ട്, സബ്ജക്ട് ഓഫ് ദ ഡോക്യുമെന്റ്. അതായത് എന്താണ് ടെൻഡർ ഡോക്യുമെന്റ് ആണ് എന്നുള്ളത് ക്ലിയറും കോംപ്രിഹെൻസീവും ആയിട്ട് അതിൽ പറഞ്ഞിരിക്കണം. മൂന്ന്, ഇൻഡെക്സ് ഓഫ് ദ ടെൻഡർ ഡോക്യുമെന്റ്. എന്താ ഇൻഡെക്സ് ഓഫ് ദ ടെൻഡർ ഡോക്യുമെന്റ്? ഹലോ 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 എന്താ ഇൻഡെക്സ് ഓഫ് ദി ടെൻഡർ ഡോക്യുമെന്റ്? സോ ഇവിടെ എന്താ സംഭവിക്കണത്? നമ്മളൊരു ഗവൺമെന്റ് അതോറിറ്റിയാണ്, അല്ലെങ്കിൽ നിലമ്പൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മളെ കയ്യിൽ കുറെ മരങ്ങൾ കിടക്കുന്നുണ്ട്. ഈ മരങ്ങൾക്കൊക്കെ നമുക്ക് ടെൻഡർ വിളിക്കാൻ ആൾക്കാരെ തപ്പണം. സോ ഞാൻ എന്താ ആദ്യമായിട്ട് ഇറക്കുക? അതായത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? ഒരു ടെൻഡർ ഡോക്യുമെന്റ് ഇറക്കും. ഈ ഡോക്യുമെന്റിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരും അഡ്രസ്സും ഉണ്ടാവും, സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ ഇൻഡെക്സ് ഉണ്ടാവും. എന്താ ഇൻഡെക്സ്? അതായത് ആർക്കൊക്കെ ബിഡ് ചെയ്യാം അതൊരു പേജില്. രണ്ട്, ഏത് ടൈമുകളിൽ ബിഡ് ചെയ്യാം. മൂന്ന്, ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മളുടെ ലോട്ടിലുള്ളത്. ഇങ്ങനെ ഓരോ പേജിലും നമ്മൾ ബിഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാലാണ് ബിഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുക? ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഞാൻ ഈ ടെൻഡറിൽ പങ്കെടുക്കണോ വേണ്ടയോ, നമുക്ക് പറ്റുമോ, എലിജിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? ടെൻഡർ ഡോക്യുമെന്റിന്റെ ഇൻഡെക്സ് കൊടുത്തിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ എന്തിനാണ്? ഇറ്റ് ക്യാൻ മേക്ക് ദ ഡോക്യുമെന്റ് കൺവീനിയന്റ് ഫോർ ദ പ്രോസ്പെക്റ്റീവ് ബിഡർ. ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ ബിഡ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ തേക്കിന്റെ ഒരു ആളാണ്, അവർ വീട്ടിയാ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇൻഡെക്സ് വായിച്ചാൽ എനിക്കറിയാം ഇത് മൊത്തം വീട്ടിയാണ്, ഇത് മേടിച്ചിട്ട് എനിക്ക് കാര്യമില്ല, ഞാൻ ബിഡ് ചെയ്തിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇൻഡെക്സ് കൊടുക്കുന്നത്. അപ്പൊ എന്തൊക്കെ വേണം? ഒന്ന്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഓർഗനൈസേഷൻ വേണം.
രണ്ട് സബ്ജക്ട് ഓഫ് ദ ഡോക്യുമെന്റ്, അതായത് ക്ലിയർ ആയിട്ടും പ്രിസൈസ് ആയിട്ടും ഇതൊരു ടെൻഡർ ഡോക്യുമെന്റ് ആണ് എന്നുള്ളത് അതിൽ പറഞ്ഞിരിക്കണം. മൂന്നാമതായിട്ട് ഒരു ഇൻഡെക്സും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. Then important dates and necessary information, അതായത് ടെൻഡർ ഡോക്യുമെന്റിൽ നാലാമത് വേണ്ട ഈ നെസസറി ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ടെൻഡറിന്റെ പബ്ലിക്കേഷൻ ഡേറ്റ്, എന്നാണ് ടെൻഡർ പബ്ലിഷ് ചെയ്യുന്നത്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ബിഡ് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, ടെൻഡറിനുള്ള കോസ്റ്റ് എത്രയാണ്, അതായത് ഒരു മിനിമം എമൗണ്ട് വെച്ചിട്ടേ നമുക്ക് ടെൻഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ടെൻഡറിനുള്ള മിനിമം കോസ്റ്റ് എത്രയാണ്, എത്രയാണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, അതായത് താങ്ങുവില, അതായത് നമ്മള് ഒരു ലോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ലോട്ടിന്റെ ഏറ്റവും മിനിമം ഒരു വില ഉണ്ടാവും. 50,000 റുപ്യ ആണെങ്കിൽ അത് ഏണസ്റ്റ് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റൂ? ടെൻഡർ വിളിക്കാൻ ഇറങ്ങാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. അത് എത്രയാണ് എന്നുള്ളത് പറഞ്ഞു തരണം. അതേപോലെ തന്നെ പ്രീ ബിഡ് മീറ്റിംഗ് ഡേറ്റ് എന്നാണ് എന്നുള്ളത്. ബിഡിന് മുമ്പ് എല്ലാവരും ഒന്ന് ഒത്തുകൂടും, എല്ലാ ബിഡേഴ്സും ഒന്ന് ഒത്തുകൂടും. ആ പ്രീ ബിഡ് മീറ്റിംഗ് ഡേറ്റ് എന്നാണ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പൊ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്താ? ഫസ്റ്റ് വൺ, ഒരു ടെൻഡർ ഡോക്യുമെന്റ്. അപ്പൊ ടെൻഡർ ഡോക്യുമെന്റ് ആരിറക്കുന്നതാണ്? ഫസ്റ്റ് തിങ് എന്താ ടെൻഡർ? ടെൻഡർ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സപ്ലൈ ചെയ്യാനോ ഒരു ജോബ് ചെയ്യാനോ വേണ്ടി ഇന്ന പ്രൈസിന് നമ്മൾ ഓഫർ കൊടുക്കുന്നു എന്ന് പറയുന്ന സാധനമാണ് എന്ത്? ടെൻഡർ ഡോക്യുമെന്റ്. ഈ ടെൻഡർ ഡോക്യുമെന്റ് ആരാ കൊടുക്കുക? ഒരു ഓർഗനൈസേഷൻ ബിഡർക്ക് മുമ്പാകെ സമർപ്പിക്കുന്ന ഡോക്യുമെന്റ് ആണ്. ബിഡർ, അതായത് ബിഡ് വിളിക്കുന്നവർക്ക് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് ഏത്? ടെൻഡർ ഡോക്യുമെന്റ്. ആ ടെൻഡർ ഡോക്യുമെന്റിൽ ആദ്യം വേണ്ട ഇൻഫോർമേഷൻ എന്താ? നമ്മളുടെ ഓർഗനൈസേഷന്റെ നെയിമും അഡ്രസ്സും വേണം. രണ്ട്, സബ്ജക്ട് മാറ്റർ വേണം. ആ സബ്ജക്റ്റിൽ ഇമ്പോർട്ടന്റ് എന്താ? അത് ക്ലിയറും പ്രിസൈസും ആയിരിക്കണം, അതൊരു ടെൻഡർ ഡോക്യുമെന്റ് ആണ് എന്നുള്ളത്. മൂന്നാമത് ഇൻഡെക്സ് കൊടുത്തിരിക്കണം. നാലാമത് 5 മെയിൻ സംഭവങ്ങൾ നമ്മൾ അതിൽ കൊടുക്കേണ്ടത് എന്താ? ടെൻഡർ ഓപ്പൺ ഡേറ്റ്, ടെൻഡർ പബ്ലിക്കേഷൻ ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ടെൻഡർ നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് കൊടുക്കണം, ഏണസ്റ്റ് ഡെപ്പോസിറ്റ് എത്രയാണെന്നുള്ളത് കൊടുക്കണം. അതേപോലെ തന്നെ പ്രീ ബിഡ് മീറ്റിംഗ് ഡേറ്റ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കണം ആ ടെൻഡർ ഡോക്യുമെന്റിൽ. Then next one is now next വരുന്നതാണ് ഡിസ്ക്ലൈമർ ക്ലോസ്. now എന്താ ഡിസ്ക്ലൈമർ ക്ലോസ്? എന്തായിരിക്കും? മീൻസ് ഒരു എക്സാമ്പിൾ. അങ്ങനെയല്ല, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ എഴുതിയിട്ട് താഴെ നമ്മൾ എന്ത് ആസ്ട്രിക്സിൽ കൊടുക്കും. എന്താ കൊടുക്കുക? എ പേഴ്സൺ എബവ് 18 ക്യാൻ ഓൺലി ടെൻഡർ. ഇതാണ് ഡിസ്ക്ലൈമർ ക്ലോസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എന്തെങ്കിലും റിസർവേഷനോ ഒബ്സർവേഷനോ, റിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 18 മുകളിലുള്ളവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. റിസർവേഷനോ ഒബ്സർവേഷനോ ഉണ്ടെങ്കിൽ അതും നമുക്ക് എവിടെ കൊടുക്കാം? നമ്മളുടെ ടെൻഡർ ഡോക്യുമെന്റിൽ കൊടുക്കാം. ആറാമതായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഈ ടെൻഡർ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ റോഡ് പണിക്ക് ഒരു ടെൻഡർ ഇറക്കിയിരിക്കുകയാണ്. ഈ റോഡ് പണിക്ക് ടെൻഡർ ഇറക്കുമ്പോൾ നമ്മൾ പറയണ്ടേ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറയണം. ഇത്ര കിലോമീറ്റർ റോഡ് പണിയണം, ഇന്ന മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ചിട്ട് പണിയണം, ഇന്ന ക്വാളിറ്റിയിൽ ഇത് പണിയണം, ഇന്ന ഡേറ്റിന്റെ ഉള്ളിൽ പണിയണം. അതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇപ്പൊ PWD ഡിപ്പാർട്ട്മെന്റ് ഒരു ടെൻഡർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്ത് പറയും? ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് പറയും. അതാണ് എന്ത്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ടെക്നിക്കൽ ബിഡും ഫൈനാൻഷ്യൽ ബിഡും പറയണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണ് ടെക്നിക്കൽ ബിഡും ഫൈനാൻഷ്യൽ ബിഡും. എന്താ ടെക്നിക്കൽ ബിഡും ഫൈനാൻഷ്യൽ ബിഡും?
നൗ ഇപ്പൊ റോഡിന്റെ കാര്യമാണെങ്കിൽ ടെക്നിക്കൽ ബിഡ് എന്ന് പറഞ്ഞാൽ എന്താ, 3 കിലോമീറ്റർ നമ്മൾ ചെയ്യണം, ഇന്ന ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, 3rd ഗ്രേഡഡ് ടാർ വേണം ഉപയോഗിക്കാൻ. ഇതാണ് ടെക്നിക്കൽ ബിഡ്. ഫൈനാൻഷ്യൽ ബിഡ് എന്താ, 1 കിലോമീറ്ററിന് 1 ലക്ഷം എന്നുള്ള രൂപയിൽ വേണം നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ഒന്ന് ഫൈനാൻഷ്യൽ ആണ്, ഒന്ന് അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ്. ഇനി 3 വർക്കേഴ്സിനെ വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ. ഇങ്ങനെ കൊടുക്കുന്നതാണ് ഫൈനാൻഷ്യൽ ബിഡ്. അപ്പോ നമ്മളൊരു ടെൻഡർ ഡോക്യുമെന്റ് കൊടുക്കുമ്പോൾ അതിൽ 2 ടൈപ്പ് ബിഡുകൾക്കുള്ള ഡോക്യുമെന്റ്സ് വേണം. എന്തൊക്കെയാണത്? ടെക്നിക്കൽ ബിഡും വേണം, ഫൈനാൻഷ്യൽ ബിഡും അതില് വേണം. അപ്പൊ ആദ്യം മുതൽ പറയുമ്പോ എന്തൊക്കെയാണുള്ളത്? ഫസ്റ്റ് മുതൽ എന്തൊക്കെയാ ഒരു ടെൻഡർ ഡോക്യുമെന്റിൽ ഉള്ളത്? നമ്മളുടെ ഓർഗനൈസേഷന്റെ നെയിം ആൻഡ് അഡ്രസ് വേണം, സബ്ജക്റ്റ് വേണം, അതേപോലെ തന്നെ ഇൻഡെക്സ് വേണം, 5 മെയിൻ കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? ടെൻഡർ പബ്ലിഷിംഗ് ഡേറ്റ്, ടെൻഡർ അവസാനിക്കുന്ന ദിവസം, കോസ്റ്റ്, ഏർണസ്റ്റ് ഡെപ്പോസിറ്റ് വേണം, അതേപോലെ തന്നെ പ്രീ ബിഡിംഗ് ഡേറ്റ്, പ്രീ ബിഡ് മീറ്റിംഗ് എന്നാണ് എന്നുള്ള ഡേറ്റ് വേണം. അതിനപ്പുറത്തേക്ക് വേറെ എന്തൊക്കെയാ വേണ്ടത്? ഡിസ്ക്ലൈമർ ക്ലോസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഡിസ്ക്ലൈമർ ക്ലോസ് വേണം, ജോബ് ഡിസ്ക്രിപ്ഷൻ വേണം, ടെക്നിക്കൽ ബിഡും ഫൈനാൻഷ്യൽ ബിഡും നമ്മൾ കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ ഫീസ് ആൻഡ് ഡെപ്പോസിറ്റ്, അതായത് എത്രയാണ് ഫീസോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റോ നമ്മൾ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള ക്വാളിറ്റി ഓഫ് വർക്ക് ആണ് നമ്മൾ നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ കൊടുത്തിരിക്കണം? ഇത് നമ്മൾ പറഞ്ഞതാ, ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്താണ് എന്നുള്ളതൊക്കെ ഇതും നമ്മൾ എവിടെ കൊടുത്തിരിക്കണം? എത്ര ഫീസും ഡെപ്പോസിറ്റുകളുമാണ് നമ്മൾ മേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസും നമ്മൾ ടെൻഡർ ഡോക്യുമെന്റിൽ കൊടുത്തിരിക്കണം. ദെൻ കണ്ടീഷൻസ് ഫോർ ഫോർഫീച്ചർ. ഫോർഫീച്ചർ എന്താണെന്നറിയാം? ഈ പണിയൊന്നും പറഞ്ഞ ടൈമിൽ തീർത്തിട്ടില്ലെങ്കിൽ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. മെൻഷൻ ദ ക്ലോസ് പ്രൊവൈഡിംഗ് ദ സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് EMD എന്ന് ഉദ്ദേശിച്ചത് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് വിൽ ബി ഫോർഫീറ്റഡ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങൾ കെട്ടിവെച്ച തുക നിങ്ങൾക്ക് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ജനറൽ കണ്ടീഷൻ, ഏതൊക്കെ കണ്ടീഷൻ, ജനറൽ ആയിട്ടുള്ള ഏതൊക്കെ കണ്ടീഷനിലാണ് പൈസ പോവുക എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഇതൊരിക്കലും അതിന്റെ ഉള്ളിൽ പറയേണ്ടതല്ല, പക്ഷെ അവർ പറയാ ഏതൊക്കെ കണ്ടീഷൻസിലായിരിക്കും നോർമലി പോവുക. ഫസ്റ്റ് പറയണത് ബിഡിൽ നിന്നും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് പോവും. ദെൻ ഫസ്റ്റ് എന്താ? വിഡ്രോ. സെക്കൻഡ് വൺ എന്താ? ഡിലേ. ഫസ്റ്റ് വിഡ്രോ, സെക്കൻഡ് ഡിലേ, ഫെയിൽസ് ടു സപ്ലൈ. ഈ 3 സാഹചര്യങ്ങളിലാണ് എന്ത് സംഭവിക്കുക? ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് നമ്മളുടെ കയ്യിൽ നിന്നും പോവുക. അപ്പോ ടെൻഡർ ഡോക്യുമെന്റിന്റെ ഇൻഫോർമേഷൻസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് മുതല് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഓർഗനൈസേഷൻ വേണം. ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഓർഗനൈസേഷൻ വേണം. പിന്നെ സബ്ജക്റ്റ് വേണം, ഇൻഡെക്സ് വേണം, 5 മെയിൻ കാര്യങ്ങളെ കുറിച്ച് പറയണം. എന്തൊക്കെയാണ് 5 മെയിൻ കാര്യങ്ങൾ? പബ്ലിക്കേഷൻ ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ്, എന്ത് കോസ്റ്റ്, EMD, അതേപോലെ തന്നെ പ്രീ ബിഡ് ഡേറ്റ്. അതിനുശേഷം ഡിസ്ക്ലൈമർ ക്ലോസ് വേണമെങ്കിൽ കൊടുക്കാം, ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കണം, ഫൈനാൻഷ്യൽ ബിഡും ടെക്നിക്കൽ ബിഡും കൊടുത്തിരിക്കണം, EMD ഫീസ് ആൻഡ് ഡെപ്പോസിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കണം. ഏതൊക്കെ സാഹചര്യത്തിലാണ് EMD ഫോർഫീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതും നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ ഏതൊക്കെ സാഹചര്യത്തിലാണ് EMD ഫോർഫീറ്റ് ചെയ്യുക? ഒന്ന് ബിഡർ വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ ഡിലേ ആക്കണം, അല്ലെങ്കിൽ ഫെയിൽസ് ടു സപ്ലൈ ആക്കണം. നെക്സ്റ്റ് വൺ, പ്രീ ബിഡ് മീറ്റിംഗിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ആ 5 പോയിന്റിലുള്ള സാധനം തന്നെയാ പ്രീ ബിഡ് മീറ്റിംഗ്. സോ എന്നാണ് പ്രീ ബിഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കണം. ദെൻ സ്കോപ്പ് ഓഫ് വർക്ക്. ടെൻഡർ ഡോക്യുമെന്റിൽ എന്താണ് സ്കോപ്പ് ഓഫ് വർക്ക് എന്നുള്ളതും നമ്മൾ പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിക്വയർമെന്റ്സ്, അതായത്
ഇത്രയും വർക്കേഴ്സും ഇത്രയും മെഷീനറിയുമുള്ള ഒരു കമ്പനിക്ക് മാത്രമേ ഞങ്ങൾ ഈ ബിഡ് അല്ലെങ്കിൽ ഈ ടെൻഡർ കൊടുക്കൂ എന്നുള്ള ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിക്വയർമെന്റ് പറയണം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിരിക്കണം. സോ എഗെയിൻ കമ്മിങ് ബാക്ക്, ആദ്യം മുതൽ എന്തൊക്കെയായിരുന്നു? നെയിം ആൻഡ് അഡ്രസ്, സബ്ജക്റ്റ്, സബ്ജക്റ്റ്, ഇൻഡെക്സ്, 5 മെയിൻ കാര്യങ്ങൾ. എന്തൊക്കെയാണ് 5 മെയിൻ കാര്യങ്ങൾ? ഓഫ് പബ്ലിഷിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ്, കോസ്റ്റ്, EMD, പ്രീ ബിഡ് ഡേറ്റ്. അതിനുശേഷം നമ്മൾ എന്താ വേണ്ടേ? ഡിസ്ക്ലൈമർ ക്ലോസ് വേണമെങ്കിൽ കൊടുക്കാം, ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, ടെക്നിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ ബിഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം, ഫീസ് ആൻഡ് ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അതേപോലെ തന്നെ ഏതൊക്കെ സാഹചര്യത്തിൽ EMD ഫോർഫീറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ പ്രീ ബിഡ് മീറ്റിംഗ് എന്ന് നടക്കും, സ്കോപ്പ് ഓഫ് വർക്ക് എന്താണ്, ടെക്നിക്കൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ദെൻ ഇതിന്റെ ഒക്കെ ഒപ്പം ഈ ടെൻഡർ ഡോക്യുമെന്റ് ഒക്കെ ഒപ്പം കുറച്ച് നെസസറി ഫോമുകളും ഡോക്യുമെന്റുകൾ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് ഉണ്ട്. ഏതൊക്കെയാണ് ആ ഡോക്യുമെന്റ്? നമ്മൾ പഠിച്ച പോലെ തന്നെ ടെക്നിക്കൽ ബിഡ് നമ്മൾ കൊടുത്തിരിക്കണം, ഇതിന്റെ ഒപ്പം ഫൈനാൻഷ്യൽ ബിഡ് കൊടുത്തിരിക്കണം, പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ബിഡർ നമ്മൾ കൊടുത്തിരിക്കണം. ദെൻ ടെൻഡർ അക്സെപ്റ്റൻസ് ലെറ്റർ, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പൊ എന്തൊക്കെയാ വേണ്ടത്? ഏതൊക്കെ ഡോക്യുമെന്റുകളാണ് ഇതിന്റെ ഒപ്പം വെക്കേണ്ടത്? ടെക്നിക്കൽ ബിഡ് വെച്ചിരിക്കണം, ഫൈനാൻഷ്യൽ ബിഡ് വെച്ചിരിക്കണം, പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ബിഡർ വെച്ചിരിക്കണം, ടെൻഡർ ആപ്ലിക്കേഷൻ ലെറ്റർ വെച്ചിരിക്കണം, സ്റ്റാൻഡേർഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസും അവിടെ നമ്മൾ വെച്ചിരിക്കണം. അപ്പൊ ഫ്രം ദ ഫസ്റ്റ് ടെൻഡർ ഡോക്യുമെന്റിൽ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് വേണ്ടത്? നെയിം ആൻഡ് അഡ്രസ് വേണം, സബ്ജക്ട് വേണം, ഇൻഡെക്സ് വേണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളെ കുറിച്ച് പറയണം. എന്തൊക്കെയാണ്? അത് മാത്രം ഓർമ്മയുണ്ടാവും. പബ്ലിക്കേഷൻ ഡേറ്റ് എന്താണ്, ക്ലോസിംഗ് ഡേറ്റ് എന്താണ്, കോസ്റ്റ് എന്താണ്, EMD എന്താണ്, പ്രീ ബിഡിംഗ് ഡേറ്റ് എന്താണ്, ദെൻ ഡിസ്ക്ലെയിമർ ക്ലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കണം, ദെൻ ടെക്നിക്കൽ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞിരിക്കണം, ടെക്നിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ ബിഡിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കണം, ദെൻ ഫീസ് ആൻഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കണം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ EMD ഫോർഫീറ്റ് ചെയ്യപ്പെടും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കണം, ദെൻ ഏതൊക്കെ സാഹചര്യത്തിൽ EMD ഫോർഫീറ്റ് ചെയ്യപ്പെടും? വിഡ്രോ ചെയ്യുക, ഡിലേ വരിക, ഫെയിലിയർ ടു സപ്ലൈ. ദെൻ പ്രീ ബിഡ് മീറ്റിംഗ് എന്താണ്, സ്കോപ്പ് ഓഫ് വർക്ക് എന്താണ്, ടെക്നിക്കൽ റിക്വയർമെന്റ്സ് എന്താണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, ഇതിന്റെ ഒക്കെ ഒപ്പം ടെൻഡർ ഡോക്യുമെന്റിന്റെ ഒപ്പം ഫൈനാൻഷ്യൽ ബിഡ്, ടെക്നിക്കൽ ബിഡ്, പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ബിഡർ, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഇത്രയും കാര്യങ്ങൾ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കണം. സോ ഫ്രം ദ ബിഗിനിങ് എന്തൊക്കെയാ നമ്മൾ പഠിച്ച്? ഫസ്റ്റ് എഗ്രിമെന്റ് എന്താ? ഓറല്ലോ റിട്ടേൺ. പിന്നെ റെക്കോർഡുകൾ ഇല്ല, നോട്ട് നെസസറി. ഡീഡ് പിന്നെ സർക്കുലർ ഒരു മാസം അവർക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി ഇഷ്യൂ ഒരു അതോറിറ്റി ഇഷ്യൂ സർക്കുലറിന്റെ 6 മെയിൻ ഇഷ്യൂറിന്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സിയുടെ ഡീറ്റെയിൽസ്, സബ്ജക്റ്റ്,
നോട്ടീസ് അല്ല, സർക്കുലർ. ഇതിന്റെ മുമ്പാണല്ലേ. സബ്ജക്റ്റ്, റഫറൻസ്, മെയിൻ ഇൻഫോർമേഷൻ, സോഴ്സ്, സിഗ്നേച്ചർ. ഓക്കെ, അടുത്തത് പബ്ലിക് നോട്ടീസ്. പബ്ലിക് നോട്ടീസ് അതിന്റെ വ്യത്യാസം എന്തായിരുന്നു? ഒരു ക്ലാരിറ്റി മറ്റൊരു റൂൾ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ മെയിൻ ഒരു വാർണിംഗ് കൈക്ക് കൊടുക്കണം. എനിക്ക് അതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് സർക്കുലർ. എന്താണ്? ടു ഡെസിമിനേറ്റ് ഇൻഫോർമേഷൻ. ഇതെന്താ? ടു കൺവേ ഇൻഫോർമേഷൻ. എന്നാ ഞാൻ പറയാം, കണ്ടന്റ്. കണ്ടന്റ് അതിന്റെ ഫോർമാറ്റ്, അതിന്റെ കണ്ടന്റുകൾ എന്തൊക്കെ ആയിരിക്കും? ഡീറ്റെയിൽസ് ഓഫ് ദ ഇഷ്യൂ. പിന്നെ ടൈറ്റിൽ ഹെഡ്. ടൈറ്റിൽ ഹെഡ്. Designation of the issuer and signature. ഇനി ടെൻഡർ, ലാസ്റ്റ് പഠിച്ചതാണ്. ടെൻഡർ. ഒരു പർട്ടിക്കുലർ പ്രൈസില് കൊടുക്കണം. അഡ്വാൻറ്റേജസ്. സർക്കുലറിന്റെ അഡ്വാൻറ്റേജസ് എക്കോണമിക്കലാണ്. ഈസി ഡെസിമിനേറ്റ് ചെയ്യാം. ലോ എഫേർട്സ് ആണ്. എക്സ്പെഡീഷ്യസ് ആണ്. കോൺഷ്യസ്നെസ് ഇൻക്രീസ് ചെയ്യാം. ടെൻഡറിന്റെ ഫോർമാറ്റ്. സബ്ജക്റ്റ്, ഇൻഡെക്സ്. ഡിസ്ക്ലെയിമർ ക്ലോസ്. ജോബ് ഡിസ്ക്രിപ്ഷൻ. ടെക്നിക്കൽ ബിഡും ഫൈനാൻഷ്യൽ ബിഡും. ഫീസും ഡെപ്പോസിറ്റും, ഏതൊക്കെ കേസിൽ ഫോർഫീറ്റ് ചെയ്യപ്പെടും. പിന്നെ അടുത്ത പേജ് എന്താ ചെയ്യാ? അടുത്ത പേജ് പ്രീ ബിഡ് മീറ്റിംഗ്, സ്കോപ്പ് ഓഫ് വർക്ക്, ടെക്നിക്കൽ റിക്വയർമെന്റ്, എന്തൊക്കെയാ നെസസറി ഫോംസ്? ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇഷ്യൂ, അതേപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻ. അടുത്തത് LC, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അതെ അതെ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോക്യുമെന്ററി ക്രെഡിറ്റ്. അപ്പോ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡോക്യുമെന്ററി ക്രെഡിറ്റ്. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ പേയ്മെന്റ് മെക്കാനിസം ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. അതായത് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ എന്താന്ന് വെച്ചാൽ, പുറത്തുനിന്ന് സാധനം ഇറക്കുമ്പോ നമുക്ക് ഡൗട്ടാണ് അവർ സാധനം എത്തിക്കുമോ എന്നുള്ളത്, പൈസ തരുമോ എന്നുള്ളത് അവർക്കും ഡൗട്ടാണ്. അപ്പൊ നമ്മൾ ബാങ്കിനോട് സമീപിക്കും, ബാങ്കിനോട് പറയും നിങ്ങൾ ഞങ്ങൾക്കൊന്ന് ഗ്യാരണ്ടി നിൽക്കണം. അപ്പോ
പ്രൊഡക്റ്റ് ഇവിടെ ഹാർബറിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ തന്നോളാം, അതുവരെ അതിന്റെ പൈസ അവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡോക്യുമെന്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അപ്പൊ മെയിൻ ആയിട്ടും ഇതിനെ ഡോക്യുമെന്ററി ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ പേയ്മെന്റ് മെക്കാനിസം ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിലെ ഒരു പേയ്മെന്റ് മെക്കാനിസം ആയിട്ടാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിനെ യൂസ് ചെയ്യുന്നത്. ഇൻ ആൻ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, buyer or importer's bank undertake to make payment to the seller on production of document of LC. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരാണ് LC ക്രിയേറ്റ് ചെയ്യുക? ഇമ്പോർട്ടർ. നമ്മളാണ് ബാങ്കിനോട് ആവശ്യപ്പെടുക ഞങ്ങൾക്ക് വേണ്ട പേയ്മെന്റ് അവർക്ക് കൊടുക്കാൻ. സോ നമ്മളാണ് LC ക്രിയേറ്റ് ചെയ്യുക. ആരാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇമ്പോർട്ടർ ആണ് അല്ലെങ്കിൽ ബയ്യർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. In a case where the exporter doesn't personally know the foreign importer, the exporter bears great risk of non-payment. അതായത് എക്സ്പോർട്ടർക്ക് പേയ്മെന്റ് കിട്ടൂലേ എന്നുള്ള ഡൗട്ടിൽ നിന്നാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ ഉത്ഭവം എന്നുള്ളതാണ് പറയുന്നത്. ടു അവോയ്ഡ് സച്ച് റിസ്ക്, ആ റിസ്ക് ഇല്ലാതാക്കാൻ എക്സ്പോർട്ടർ ആസ്ക് ദ ഇമ്പോർട്ടർ ടു അറേഞ്ച് LC, ബാങ്കിനെ അറേഞ്ച് ചെയ്യാൻ പറയും, ഫ്രം ദെയർ ബാങ്കർ ഇൻ ഫേവർ ഓഫ് ദംസെൽഫ്. അതായത് എക്സ്പോർട്ടർ പറയും കാശ് നിങ്ങളുടെ ബാങ്കിനോട് അറേഞ്ച് ചെയ്യാൻ പറയൂ ഒരു LC വഴി, എങ്കിൽ ഞങ്ങൾ ഗുഡ്സ് വിട്ട് തരാം. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയാം. സോ അതിന് വിളിക്കുന്ന വേറൊരു പേരാണ് ഡോക്യുമെന്ററി ക്രെഡിറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പേയ്മെന്റ് മെക്കാനിസം. എപ്പോ? ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. ആര് ക്രിയേറ്റ് ചെയ്യും? ബയ്യർ ഓർ ഇമ്പോർട്ടർ. ആരുടെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി? എക്സ്പോർട്ടറുടെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി. ക്ലിയർ ആണോ? നൗ എത്ര പാർട്ടീസ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ ഉള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് അപ്ലിക്കന്റ്. ആരാണ് അപ്ലിക്കന്റ്? ഇമ്പോർട്ടർ ആണ് അപ്ലിക്കന്റ്. LC ബാങ്കിനോട് പറയുന്നത് ആരാണ്? ഇമ്പോർട്ടറാ പറയാ. ഞങ്ങളുടെ എക്സ്പോർട്ടർ ഞങ്ങൾക്ക് സാധനം തരുന്നില്ല, അവരെ ഞങ്ങൾക്ക് അറിയ പോലും ഇല്ല, അതുകൊണ്ട് അവര് പൈസ മടിക്കുകയാണ് സാധനം അയക്കാൻ. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു LC തരണം എന്ന് പറയുന്നത് ആരാണ്? ഇമ്പോർട്ടർ ആണ് LCക്ക് വേണ്ടി അപേക്ഷിക്കുക. Then there will be a issuing bank. ഈ LC കൊടുക്കുന്ന ഒരു ബാങ്ക് ഉണ്ടാവും, അവരാണ് ഇഷ്യൂയിങ് ബാങ്ക്. അതായത് ഇമ്പോർട്ടർ ആരെ സമീപിക്കുന്നോ, ഏത് ബാങ്കിനെ സമീപിക്കുന്നോ അവരാണ് ഇഷ്യൂയിങ് ബാങ്ക് എന്ന് പറയാൻ. There is a beneficiary. ഇതാരാ? എക്സ്പോർട്ടർ. ആരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണോ LCയുടെ പേയ്മെന്റ് പോകുന്നത്, that person is called as exporter. And there will be an advising bank. It's a bank through which the LC is advised to the beneficiary. എന്താണ് ഉദ്ദേശിക്കുന്നത്? അഡ്വൈസിംഗ് ബാങ്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നൗ ഇമ്പോർട്ടർ ഒരു രാജ്യത്തിലുള്ള ആളാണ്, അയാൾ സമീപിക്കുന്ന ബാങ്കാണ് ഇഷ്യൂയിങ് ബാങ്ക്. ഈ ബാങ്കിന് ആ കൺട്രിയിൽ ബാങ്ക് ഉണ്ടാവണം എന്ന് ഒരു ആവശ്യവും ഇല്ല. സോ ബെനഫിഷ്യറിക്ക് there will be a bank. ആ ബാങ്ക് ആണ് അഡ്വൈസിംഗ് ബാങ്ക്. ക്ലിയർ ആണോ? ഇപ്പൊ ഇവിടെ HDFC ബാങ്ക് ഉണ്ട്, ചൈനയിൽ നമുക്ക് HDFC ബാങ്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റൂല. സോ LC ആർക്കാണോ ഇഷ്യൂ ചെയ്യുന്നത്, ദാറ്റ് ബാങ്ക് ഈസ് കോൾഡ് ആസ് അഡ്വൈസിംഗ് ബാങ്ക്. ക്ലിയർ ആണോ? അപ്പൊ 4 പാർട്ടികളാണ് ഒരു LCയിൽ ഉള്ളത്, മെയിൻ പാർട്ടികൾ കേട്ടോ. ഇനി അഡീഷണൽ പാർട്ടീസ് ഉണ്ട്. 4 മെയിൻ പാർട്ടികളാണ് LCയിൽ ഉള്ളത്. ആരൊക്കെയാണ് ആ 4 മെയിൻ പാർട്ടീസ്? ഫസ്റ്റ് വൺ ആപ്ലിക്കന്റ് അഥവാ ഇമ്പോർട്ടർ, ഇഷ്യൂയിങ് ബാങ്ക്, ബെനഫിഷ്യറി അഥവാ എക്സ്പോർട്ടർ, അഡ്വൈസിംഗ് ബാങ്ക്. ആ സിമ്പിൾ ആയിട്ട് പറയുമ്പോ എങ്ങനെയാ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് അപ്ലിക്കന്റ് അഥവാ നമുക്ക് ഇയാളെ ഇമ്പോർട്ടർ എന്നും വിളിക്കാം. ഇയാൾ ഒരു ബാങ്കിനോട് പറയും, നൗ ഈ ബാങ്കിനെ നമ്മൾ എന്താ വിളിക്കുക? ഇഷ്യൂവർ ബാങ്ക് എന്ന് വിളിക്കും. ഈ ബാങ്ക് LC ഫോർവേഡ് ചെയ്യുക ആർക്കാ? ബെനഫിഷ്യറിയുടെ ബാങ്കിനെയാണ്. ഈ ബാങ്കിനെ നമ്മൾ അഡ്വൈസിംഗ് ബാങ്ക് എന്ന് വിളിക്കും. ഈ അഡ്വൈസിംഗ് ബാങ്ക് ആർക്ക് മുഖേനയാണ് ഇത് ചെയ്യുന്നത്? എക്സ്പോർട്ടറുടെ മുഖേനയാണ്. ഇയാളുടെ പേരാണ് ബെനഫിഷ്യറി. ക്ലിയർ ആണോ? സോ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ 2 ബാങ്ക് ഉണ്ട്. ഒന്ന് ഇഷ്യൂയിങ് ബാങ്ക് ആണ്, ഒന്ന് അഡ്വൈസിംഗ് ബാങ്ക് ആണ്. ക്ലിയർ?
Now other parties involved in LC. Okay, now first one, അതിന് മുമ്പ് എന്താണ് LC? വേറൊരു പേരെന്താ? എന്താണ് അതിന്റെ ഡെഫിനിഷൻ? പേയ്മെന്റ് മെക്കാനിസം, ഇന്റർനാഷണൽ ട്രേഡ്. പാർട്ടീസ്? Okay. Now other parties. അതിൽ ഫസ്റ്റ് വൺ ആണ് കൺഫേമിംഗ് ബാങ്ക്. നൗ എന്താ കൺഫേമിംഗ് ബാങ്ക്? അതായത് ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ട് ചെയ്യുന്നത് റിലയൻസ് ആണെന്ന് വിചാരിക്കുക. നൗ ഇമ്പോർട്ടറിനെ നമ്മൾ എന്താ വിളിക്കുക? അപ്ലിക്കന്റ് എന്നാണ് വിളിക്കുക. അപ്ലിക്കന്റ് നേരെ പോകില്ലേ ബാങ്കിന്റെ അടുത്തേക്ക്? ബാങ്ക് HDFC ആണെന്ന് വിചാരിക്കുക. ഞാൻ അപ്ലിക്കന്റ് പറയാണ്, ഞങ്ങൾക്ക് 50,000 കോടിയുടെ ഒരു ഗുഡ്സ് വരുന്നുണ്ട്, അതിന് നമുക്ക് എന്ത് വേണം? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വേണം എന്ന് പറയാണ്. HDFCയുടെ കയ്യിൽ ഇത്രയ്ക്കും ഫണ്ടില്ല, LC കൊടുക്കാൻ ഫണ്ടില്ല. സോ HDFC കൂട്ടിന് വേറൊരു ബാങ്കിനെ വിളിക്കുന്നു. Now this bank is called as confirmation bank. Clear ആണ്? അതായത് ഡെഫിനിഷൻ വായിച്ചു നോക്ക്. It's a bank that in addition to issuing bank undertakes the responsibility of payment under LC. ഒരു ബാങ്കിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ബാങ്കിനെ കൂട്ടിപ്പിടിച്ച് ഒരു LC ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ that bank is called as confirming bank. Clear ആണോ? Now next is നെഗോഷിയേറ്റിംഗ് ഒന്നല്ല കേട്ടോ, നെഗോഷിയേറ്റിംഗ് ബാങ്ക് ആണ്. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ആസ് നെഗോഷിയേറ്റിംഗ് ബാങ്ക്. അതായത് ഇഷ്യൂയിങ് ബാങ്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഡ്വൈസിംഗ് ബാങ്കിന് വേണ്ടിയിട്ടോ ഡോക്യുമെന്റുകൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന ബാങ്കിനെയാണ് നമ്മൾ നെഗോഷിയേറ്റിംഗ് ബാങ്ക് എന്ന് പറയാം. ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇഷ്യൂയിങ് ബാങ്ക് ഉണ്ട്, അപ്പുറത്തൊരു അഡ്വൈസിംഗ് ബാങ്ക് ഉണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഇവരെ ലിങ്ക് ചെയ്യാൻ ഒരു ഇന്റർമീഡിയറി ബാങ്ക് വരുന്നുണ്ട് എങ്കിൽ ദാറ്റ് ബാങ്ക് ഈസ് കോൾഡ് ആസ് നെഗോഷിയേറ്റിംഗ് ബാങ്ക്. ക്ലിയർ ആണോ? Then there is paying or nominated bank. Okay, now എന്താ പേയ്മെന്റ് ഓർ നോമിനേറ്റിംഗ് ബാങ്ക്? ഓക്കെ, ഇത് ഇമ്പോർട്ടർ ആരോടാ പറയാ? ഇഷ്യൂയിങ് ബാങ്കിനോട് പറയും. ഇഷ്യൂയിങ് ബാങ്ക് വേറൊരാളെ കൂട്ടുപിടിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് കൺഫർമേഷൻ ബാങ്ക്. കൺഫർമേഷൻ ബാങ്ക് ഇഷ്യൂയിങ് ബാങ്കിനും അഡ്വൈസറി ബാങ്കിനും തമ്മിലുള്ള ബന്ധം ഇല്ല എങ്കിൽ ഇതിന്റെ നടുവിൽ വരുന്ന ആളാണ് നെഗോഷിയേറ്റിംഗ് ബാങ്ക്. ഈ രണ്ട് കാര്യങ്ങളും, ഇഷ്യൂയിങ് ബാങ്കും അതേപോലെ തന്നെ അഡ്വൈസിംഗ് ബാങ്കും, പേയിങ് ഉണ്ടല്ലോ. നൗ ഇവിടെ നോക്കുക, ഇഷ്യൂയിങ് ബാങ്കിന് ഡയറക്ട്ലി അഡ്വൈസിംഗ് ബാങ്കിന് പേയ്മെന്റ് ചെയ്യാൻ കഴിയാതിരിക്കാം. കഴിയണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ദേ ഷുഡ് ഹാവ് സ്വിഫ്റ്റ്. ഇന്റർനാഷണലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ എല്ലാ ബാങ്കുകൾക്കും സാധിക്കില്ല. അത് ആർക്കേ സാധിക്കൂ? സ്വിഫ്റ്റ് ഉള്ള ബാങ്കുകൾക്കേ സാധിക്കൂ. ഇൻ കേസ് ഇഷ്യൂയിങ് ബാങ്കിന് സ്വിഫ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല എങ്കിൽ അവരൊരു ഏജന്റിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് ദാറ്റ് ബാങ്ക് ഈസ് കോൾഡ് പേയ്മെന്റ് ബാങ്ക്. ഇവര് നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും ആൻഡ് ദേ വിൽ ട്രാൻസ്ഫർ ടു അഡ്വൈസറി ബാങ്ക്. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് കോൾഡ് ആസ് പേയ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ നോമിനേറ്റഡ്. ദ ബാങ്ക് ഓതറൈസ്ഡ് ബൈ ദ ഇഷ്യൂയിങ് ബാങ്ക് ടു മേക്ക് പേയ്മെന്റ് അണ്ടർ LC. അതായത് ഡയറക്ട്ലി ഇഷ്യൂയിങ് ബാങ്കിന് പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ they will nominate a bank. That bank is called as payment bank അല്ലെങ്കിൽ nominated bank. ഇനി റീഇംബേഴ്സിംഗ് ബാങ്ക് ഒന്ന് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഉത്തരം പറഞ്ഞു. It is a bank with whom issuing bank maintains the foreign currency account. Issuing bank authorizes the reimbursing bank to honor the LC. റീഇംബേഴ്സിംഗ് ബാങ്ക് കുറെ ബാങ്ക് ഉണ്ട് അല്ലെ? കൺഫേമിംഗ് ബാങ്ക്, നെഗോഷിയേറ്റിംഗ് ബാങ്ക്, പേയ്മെന്റ് ബാങ്ക്, റീഇംബേഴ്സ്മെന്റ് ബാങ്ക്.
മനസ്സിലായോ? റീഇംബേഴ്സ് ആണ് തിരിച്ചു വെക്കല്ലേ. ഞാൻ എവിടെ വരക്കുന്ന ആലോചിക്കും. അതായത് നമുക്ക് മൊത്തം ഒന്ന് പറയാം. നൗ ഇഷ്യൂ ചെയ്യുന്ന അഥവാ LC വേണമെന്ന് പറയുന്ന ആളെ നമ്മൾ എന്താ പറയാ? ആപ്ലിക്കന്റ് എന്ന് വിളിക്കും. നൗ ഈ ആപ്ലിക്കന്റ് ആരെടുത്തോട്ടാ പോണേ? ആരെടുത്തോട്ടാ പോണേ? മറ്റേ ബാങ്കോ? ഇഷ്യൂയിങ് ബാങ്കിന്റെ അടുത്തേക്ക് പോകും. എന്താ പറയണവരോട്? ഞങ്ങൾക്ക് LC വേണം എന്നാണ് പറയണത്. ഇഷ്യൂയിങ് ബാങ്ക് നോർമലി അപ്പുറത്ത് വേറെ ആരുണ്ട്? there is a bank called advisory bank. ആരാ അഡ്വൈസറി ബാങ്ക്? എക്സ്പോർട്ടറിന് ആളാണ് അഡ്വൈസറി ബാങ്ക്. സോ ഈ എക്സ്പോർട്ടറിനെ വിളിക്കുന്ന പേരെന്താ? ബെനഫിഷ്യറി. ഓക്കെ, ഇത്ര അറിയാലോ. നൗ ഇഷ്യൂയിങ് ബാങ്കിന്റെ അടുത്ത് ഫണ്ട് ഇല്ല LCക്കെങ്കിൽ ഇഷ്യൂയിങ് ബാങ്ക് ആരെ കൂട്ടുപിടിക്കും? കൺഫർമേഷൻ ഓർ കൺഫേമിംഗ് ബാങ്ക്. കൺഫർമേഷൻ ബാങ്കിനെ അല്ലെങ്കിൽ കൺഫേമിംഗ് ബാങ്കിനെയോ കൂട്ടുപിടിക്കും. ഓക്കെ, ഇവര് തമ്മിലുള്ള ഡോക്യുമെന്റുകൾ കൈമാറ്റം ചെയ്യാൻ ഇവർക്ക് ഡയറക്ട്ലി സാധിക്കുന്നില്ല എങ്കിൽ ഇവരൊരു ഇടനിലക്കാരനെ നെഗോസിയേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരും. ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് കോൾഡ് ആസ് നെഗോഷിയേറ്റിംഗ് ബാങ്ക്. ക്ലിയർ ആണോ? ഇനി ഇഷ്യൂയിങ് ബാങ്കിന് സ്വിഫ്റ്റ് മെക്കാനിസം ഇല്ല എങ്കിൽ they will arrange another bank. That bank is called as payment bank. A payment bank ആർക്ക് പൈസ കൊടുക്കും? അഡ്വൈസറി ബാങ്കിന് കൊടുക്കും. അപ്പൊ ഡയറക്ട്ലി പേയ്മെന്റ് കൊടുക്കാൻ പറ്റുമെങ്കിലോ? ഡയറക്ട്ലി ഒരു ബാങ്കിന് പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ they should have forex account called as nostro. നോസ്ട്രോ അക്കൗണ്ട് ഉണ്ടെങ്കിലേ അവർക്ക് ഫോറിൻ കറൻസി പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈ നോസ്ട്രോ അക്കൗണ്ടിൽ നിന്നാണ് റീഇംബേഴ്സ് ചെയ്യുന്നതെങ്കിൽ ദിസ് ബാങ്ക് ഈസ് കോൾഡ് ആസ് റീഇംബേഴ്സിംഗ് ബാങ്ക്. ഈ നോസ്ട്രോ അക്കൗണ്ട് ഒരു ബാങ്കിന്റെ കീഴിലായിരിക്കും ഇവർക്കുള്ളത്. ഫോറിൻ കറൻസി ഡീൽ ചെയ്യുന്ന ഒരു ബാങ്കിന് കീഴിലായിരിക്കും ഇഷ്യൂയിങ് ബാങ്കിന് നോസ്ട്രോ അക്കൗണ്ട് ഉണ്ടാവുക. ആ ബാങ്കിന്റെ പേരാണ് റീഇംബേഴ്സിംഗ് ബാങ്ക്. ക്ലിയർ ആണോ? അതായത് ഇഷ്യൂയിങ് ബാങ്കിന് ഒരു ഇന്റർനാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലേ ഫോറിൻ ട്രാൻസ്ഫർ നടക്കാൻ പറ്റുള്ളൂ. ആ അക്കൗണ്ടിന്റെ പേരാണ് നോസ്ട്രോ അക്കൗണ്ട്. ഈ നോസ്ട്രോ അക്കൗണ്ട് ഈ ബാങ്കിന് വേറൊരു ബാങ്കിന്റെ കയ്യിൽ വേണം. ആ ബാങ്കിന്റെ പേരാണ് റീഇംബേഴ്സിംഗ് ബാങ്ക്. ഇവരുടെ ഈ അക്കൗണ്ടിൽ നിന്നായിരിക്കും നേരിട്ടുള്ള പേയ്മെന്റ് പോവുക. നേരിട്ട് അയക്കാൻ അങ്ങനെ അക്കൗണ്ട് ഇല്ലാത്തവർ ഏത് ബാങ്ക് വഴി കൊണ്ടുപോകും? പേയ്മെന്റ് ബാങ്ക് വഴി കൊണ്ടുപോകും. ക്ലിയർ ആണോ? നോസ്ട്രോ അക്കൗണ്ട് ക്ലിയർ ആണോ? സോ അതാണ് ഇവിടെ പറയണ നോസ്ട്രോ അക്കൗണ്ട്. ക്ലിയർ? ഇനി എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് LCയിൽ അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ ഉള്ളത് എന്നാണ് പറയണത്. സോ ഫസ്റ്റ് വൺ ഈസ് നമുക്ക് നാളെ എടുക്കാം. ആദ്യം മുതൽ വരിക. പറഞ്ഞോ, എന്തൊക്കെയാന്ന് പറഞ്ഞോ, വരിക്ക് വന്നോ. സർക്കുലർ ഒരു മാസത്തിനോ എന്ത് ഇൻഫോർമേഷൻ ഡിസിമിനേറ്റ് ചെയ്യാൻ വേണ്ടി.
ആര് ഇഷ്യൂ ചെയ്യും? സ്വാഭാവികമായിട്ട് അതോറിറ്റി തന്നെയാണല്ലോ ഇഷ്യൂ അല്ലേ. പിന്നെ അതിന്റെ മെയിൻ എലമെന്റ്സ് ഫോർമാറ്റില് ഡീറ്റെയിൽസ് ഓഫ് ദി ഇഷ്യൂ, നെയിം ഓഫ് ദി ഇഷ്യൂ, നെയിം ഓഫ് ദി അഡ്രസ് ഉണ്ടാവും, സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ അതൊക്കെ ടെൻഡറാണ്. റഫറൻസ് പോയിന്റ് ഉണ്ടാവും, മെയിൻ ഇൻഫോർമേഷൻ ഉണ്ടാവും. ഉണ്ടാവും. അതോറിറ്റി ഉണ്ട് അതിന് മുമ്പ്, സിഗ്നേച്ചറിന് മുമ്പ് 7 കാര്യങ്ങൾ. ഡിസിമിനേറ്റ്. എക്സ്പെഡീഷ്യസ്, ലോ എഫേർട്സ്, കോൺഷ്യസ്നെസ് ബിൽഡ് ചെയ്യും. ഇൻഫോർമേഷൻ കൺവേ ചെയ്യാൻ. എന്തൊക്കെ ഇതിനു വേണ്ടിയിട്ടായിരിക്കും? ലോ ചേഞ്ച് ചെയ്യുക, സ്ട്രൈക്കിംഗ് ഓഫ് നടത്തുക, കംപ്ലൈന്റുകൾക്ക് ഗവൺമെന്റോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസോ ആണ് കൊടുക്കുന്നത്. ഇനി അതിന്റെ ഫോർമാറ്റ് ഉണ്ടാവും. അഡ്രസ് ചെയ്ത ഇൻഫോർമേഷൻ ഉണ്ടാവില്ല. ടൈറ്റിൽ ഹെഡ് ഉണ്ടാവും. കോംപ്രിഹെൻസീവ് ഇൻഫോർമേഷൻ ഉണ്ടാവും. റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഉണ്ടാവും. ഡേറ്റ് ആൻഡ് പ്ലേസ് ഉണ്ടാവും. സിഗ്നേച്ചറി ഡെസിഗ്നേഷൻ ഉണ്ടാവും. ടെൻഡർ, തേങ്ങ, അത് LC ആണ്. ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു നിശ്ചിത പ്രൈസിൽ ഓഫർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ടെൻഡർ എന്ന് പറയാ. ബിഡ് ചെയ്യുന്ന ആളെ ബിഡർ എന്ന് വിളിക്കും. ടെൻഡറിന് വേണ്ടിയുള്ള ഡോക്യുമെന്റ് ടെൻഡർ ഡോക്യുമെന്റ് എന്ന് വിളിക്കും. ആ ടെൻഡർ ഡോക്യുമെന്റിൽ എന്തൊക്കെ വേണം? നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓർഗനൈസേഷൻ. പിന്നെ സബ്ജക്ട്, ഇൻഡെക്സ്, 5 മെയിൻ കാര്യങ്ങൾ. കോസ്റ്റ്, EMD, then pre-bid date, pre-bid meeting date, പിന്നെ ഡിസ്ക്ലൈമർ ക്ലോസ്. ഓർമ്മല്ല. ഡിസ്ക്ലൈമർ ക്ലോസ് മറ്റേ വർക്ക് ഫോഴ്സ് അതല്ല ജോബ് ഡിസ്ക്രിപ്ഷൻ, ടെക്നിക്കൽ ബിഡ്, ഫൈനാൻഷ്യൽ ബിഡ്, ഫീസ്, ഫോർഫീച്ചർ ചെയ്യേണ്ട സാഹചര്യങ്ങള്, പിന്നെ ഇപ്പൊ കണ്ടതാണ്. പിന്നെ പ്രീ ബിഡ് മീറ്റിംഗ്, സ്കോപ്പ് ഓഫ് വർക്ക്, ടെക്നിക്കൽ റിക്വയർമെന്റ്സ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, നെസസറി ഡോക്യുമെന്റ്സ്. എന്തൊക്കെയാ നെസസറി ഡോക്യുമെന്റ്സ്? ടെക്നിക്കൽ ബിഡ്,
ഫൈനാൻഷ്യൽ ബിഡ്, വാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ബിഡർ, പിന്നെ ആപ്ലിക്കേഷൻ ലെറ്റർ, ടേംസ് ആൻഡ് കണ്ടീഷൻ. പിന്നെ അല്ല LC. ആ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഈ എത്ര പാർട്ടീസ് ഉണ്ട് ഇതില്? മെയിൻ പാർട്ടീസ് 4 ആരൊക്കെ? ആപ്ലിക്കന്റ്, ഇഷ്യൂർ ബാങ്ക്, ബെനിഫിഷ്യറി, അഡ്വൈസിംഗ് ബാങ്ക്. ഇനി അഡീഷണൽ പാർട്ടീസ് അതെന്താ? ഓക്കെ, രണ്ടുപേരും ഇടയിൽ ഡോക്യുമെന്റ്സ് നെഗോഷിയേറ്റ് ചെയ്യുന്ന ബാങ്ക്. പിന്നെ പേയ്മെന്റ് ബാങ്ക് എന്താ? ആ പിന്നെ റീഇംബേഴ്സ്മെന്റ് ബാങ്ക് അതെന്താ? നോസ്ട്രോ അക്കൗണ്ട്. ഫോറിൻ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകള് എല്ലാ ബാങ്കുകളും വേറൊരു ബാങ്കിലായിരിക്കും നിക്ഷേപിച്ചിരിക്കുന്നത്. ആ അക്കൗണ്ടിന്റെ പേര് നോസ്ട്രോ അക്കൗണ്ട് എന്നാണ്. ആ ബാങ്കിന്റെ പേരാണ് റീഇംബേഴ്സ്മെന്റ് ബാങ്ക്.